തണുപ്പല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. صدق الله العلي العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم إن الليل والنهار رأس مال المؤمن ربحها الجنة وخسرانها النار. صدق رسوله الأمين صلى الله عليه وسلم. ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول والحبيب العربي وعلى ميمة سيدنا ومولانا محمد. മോനെ ഇത് രണ്ടുപേര് കാണിച്ചന ലൈറ്റ്. അർഹമുറാഹിമീനായ പടച്ചതമ്പുരാൻ, ഈ മഹിതമായ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വലിയ ഒരു നന്മയായി സുഹൃതമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മരം കോച്ചുന്ന തണുപ്പിൻ്റെ നടുവിലും ഒരല്പസമയം നമ്മളിവിടെ വന്നിരുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് കോടാനുകോടി കിലോമീറ്റർ അകലെ കത്തിജ്വലിക്കുന്ന സൂര്യൻ നമ്മുടെ തലയുടെ മുകളിൽ വന്നിരുന്ന് ആ വിയർപ്പിലും ചൂടിലും വേപത് കൊള്ളുന്ന മഹ്സർ ഫർള് നിസ്കരിക്കുന്ന വിധം ചുരുക്കപ്പെടുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഈ സദസ്സ് സബവാക്കി തരട്ടെ. നമ്മുടെ കൂടെ ജീവിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യർ, ജ്യേഷ്ഠാനുജന്മാർ, നാട്ടുകാർ, കൂട്ടുകാർ, ഉറ്റവർ, ഉടിയവർ എല്ലാവരുടെയും ബർസഖിലെ ജീവിതം അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ, ആഫിയത്തോടെ ജീവിക്കാനും മരണം ഖൈറാകുമ്പോൾ ഈമാനോടെ മരിക്കാനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു സംരംഭത്തിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച, യത്നിച്ച, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്ത് മറ്റാമുകളിലേക്കൊന്നും പോകാതെ ഇൻഷാ അല്ലാഹ് നല്ല തണുപ്പാണ്. നമ്മളെല്ലാവരും ഒന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോയി കിടക്കേനു എന്ന ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാവുക. ഏതായാലും നമ്മളൊക്കെ
ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അധികമൊന്നുമില്ല, പക്ഷേ അതൊരു 9:30 മണി 10 മണിക്കുള്ളിൽ നമുക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. അവിടെ മറ്റൊന്നിലേക്കും കടക്കാതെ ഒരല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് പിരിയാം. അള്ളാഹു നമ്മൾ കൂടുന്നതും പിരിയുന്നതുമൊക്കെ അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നിങ്ങളെ നാളെ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മഹ്ശറിലേക്ക് ചെന്നാൽ സ്വർഗത്തിലേക്ക് പോകാൻ 120 സഫുകളായി വിശ്വാസികൾ ഇങ്ങനെ മഹ്ശറമുറ്റത്തുണ്ടാകും. സ്വർഗത്തിലേക്ക് പോകാനുള്ള സഫുകൾ 120ആണ്. ആ 120 സഫുകളിൽ 90 സഫും അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാണ്. ആ ഒരു സഫിൽ അണിനിരക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. മുഅ്മിനീങ്ങൾ നാളെ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ സ്വർഗീയാരാമത്തിലേക്ക് പാഞ്ഞടുക്കുമല്ലോ. ആർത്തിരമ്പുന്ന തിരമാല പോലെ വിശ്വാസികൾ അവരവരുടെ ജീവിതത്തിൻ്റെ സുഹൃതമായി, അവരവരുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമായി മഞ്ഞു പെയ്യുന്ന തണുപ്പുകളിലും അതുപോലെ മരം കോച്ചുന്ന തണുപ്പിൻ്റെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട സുഹൃതങ്ങളുടെ തേരിലേറി ജീവിച്ചപ്പോൾ ഈ സദസ്സിൽ നമ്മൾ വന്നിരുന്നപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചപ്പോഴും ഒരുപാട് സുഹൃതങ്ങൾ നമ്മൾ ചെയ്തപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്കൊരാഗ്രഹമുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ നശ്വരമായ ലോകത്തിൻ്റെ പ്രയാണത്തിനിടയിൽ ഞാൻ ഖാലിക്കായ റബ്ബിന് വേണ്ടി കൊടുക്കുന്നൊരു സുഹൃതമാണ്. പകരം എനിക്ക് റബ്ബിൻ്റെ സ്വർഗമുണ്ടാകണം. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. കൂട്ടം കൂട്ടമായി വിശ്വാസി കൂട്ടങ്ങൾ സ്വർഗത്തിലേക്ക് നാളെ നടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന 120 സഫുകളിൽ 90 എൻ്റെ ഉമ്മത്തിൻ്റെ സഫാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ തണുപ്പിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതും അതാണ്. എത്രയും കൂലി ഏറ്റവും കൂടുതൽ അള്ളാഹു നൽകുന്നത് നമുക്കാണ്. എല്ലാ സുഹൃതങ്ങൾക്കും ഏറ്റവും കൂടുതൽ അല്ലാഹു കൂലി നൽകുന്നത് ഉമ്മത്ത് മുഹമ്മദിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ആദ്യമായി കടക്കുന്നതും നമ്മളാണ്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള നീണ്ടു നിവർന്നു പരന്നു കിടക്കുന്ന പ്രവാചക ശൃംഖലകളിൽ ഒരുപാട് സമുദായങ്ങൾ ലോകത്തുണ്ടെങ്കിലും ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങളാണെന്ന് നമ്മളെ പറ്റിയല്ലേ അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. വസ്സാബിഖൂന സാബിഖൂൻ. ആദ്യം പോകേണ്ടത് നമ്മളാണ്. ആദ്യം വിചാരണക്കെടുക്കുന്നത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ സുഹൃതങ്ങൾക്ക് കൂലി അല്ലാഹു നൽകുന്നതും നമുക്ക് വേണ്ടിയാണ്. മറ്റു സമുദായത്തിന് നിസ്കാരം ഉണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന് നിസ്കാരമുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിന് ഒരു കൂലി മാത്രമാണ് അള്ളാഹു നൽകിയത്. നമുക്കാണെങ്കിലോ ഒരു നിസ്കാരത്തിന് 10 കൂലിയാണ്. 5 വക്ത് നിസ്കാരം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം നിർവഹിക്കുമ്പോഴേക്ക് 50 വക്തിൻ്റെ കൂലി അല്ലാഹു കൊടുക്കുന്ന, എല്ലാ സുഹൃതങ്ങൾക്കും കൂലി കൂടുതൽ നൽകുന്ന സ്വർഗത്തിലേക്ക് ആദ്യമായി പോകുന്നവരാണ് എൻ്റെ ഉമ്മത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. വിശദീകരിക്കുന്നില്ല. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ നിലവാരം ഒന്ന് അറിയണം. മുഹമ്മദ് നബിയുടെ സമുദായമാണ് നമ്മൾ, ഉമ്മത്ത് മുഹമ്മദാണ് നമ്മൾ. ലോകത്തെ എല്ലാ പ്രയാസങ്ങൾക്ക് വരെ, പ്രതിസന്ധികൾക്ക് വരെ കൂലി നൽകപ്പെടുന്ന സമുദായമാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞല്ലോ, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വമാലിഹി വബലദിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിഅ എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. വിഷയത്തിൽ നമ്മൾ മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ പുണ്യം നൽകി കൂലി നൽകി അനുഗ്രഹിക്കുന്ന സമുദായം നമ്മളാണ്.
ഒരു മുസീബത്ത് എത്തിയാൽ വരെ, ഒരു പ്രയാസം എത്തിയാൽ വരെ, ഒരു ദുരന്തം എത്തിയാൽ വരെ മായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, മുഅ്മിനായ ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അതൊരു ജലദോഷമാവട്ടെ, അല്ലെങ്കിൽ അതൊരു പനിയാകട്ടെ, അല്ലെങ്കിൽ ഒന്ന് കാല് വെച്ച് കുത്തിയതാവട്ടെ, ഒരു അലർജിയുടെ പ്രശ്നമാകട്ടെ, ഏത് പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും മുഅ്മിനായ മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഫീ നഫ്സിഹി അതവന്റെ ശരീരത്തിലാവട്ടെ, വമാലിഹി അവന്റെ സമ്പത്തിലാവട്ടെ, ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഒരുപാട് മോഹങ്ങളോടുകൂടെ നമ്മളൊരു വാഴക്ക് ശിവച്ചതായിരുന്നു. പക്ഷേ ഏതോ കാലം തെറ്റി വന്ന ഒരു ശക്തമായ കാറ്റിൽ നമ്മുടെ വാഴകളങ്ങ് കടപുഴഞ്ഞു വീണു പോയപ്പോ, നമ്മുടെ ഇഞ്ചിക്ക് വിലയിടിഞ്ഞു പോയപ്പോ, കുരുമുളകിന്റെ വള്ളികൾ വാടിക്കരിഞ്ഞു പോയപ്പോ, അടക്ക കവുങ്ങുകൾ മുഴുവനും മഹാളി പിടിച്ചു തൊഴിഞ്ഞുപോയി. അവനവന്റെ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ ഒരു വലിയൊരു പ്രതിസന്ധിയുടെ മുന്നിൽ ഒരാൾ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, മോനെ നിന്റെ ശരീരത്തിലാവട്ടെ, അല്ലെങ്കിൽ നിന്റെ സമ്പത്തിലാവട്ടെ, വലദിഹി അല്ലെങ്കിൽ ഒരു മക്കളെ കൊണ്ടാണ് നിനക്ക് പ്രയാസം ഭൂമിയിൽ വന്നതെങ്കിൽ അത് നീ സങ്കടപ്പെടേണ്ടതില്ല, അതിൽ നീ വിഷമിക്കേണ്ടതില്ല, അതിൽ നീ ആദിപ്പെടേണ്ടതില്ല. ആകുലതകളും വ്യാകുലതകളും എൻ്റെ ഉമ്മത്തെന്ന നിനക്ക് വേണ്ട. അത്തായൽ കൊല്ലാ, നീ സഹിച്ച പ്രയാസങ്ങൾക്ക്, നിനക്കുണ്ടായ പ്രതിസന്ധികൾക്ക്, നീ അഭിമുഖീകരിച്ച ആദരകൾക്ക്, നിനക്കുണ്ടായ എല്ലാ വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വമാ അലൈഹി ഖതിആ വസീഖൽ ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. ആ ഖാലിക്കായ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അവിടെ നിന്റെ ജീവിതത്തിൽ നിരയാതെ സംഭവിച്ചു പോയ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള പെടാപ്പാടിനിടയിൽ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കിടയിൽ അരുതായ്മകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയാൽ, ജീവിതത്തിന്റെ അബദ്ധ സഞ്ചാരത്തിനിടയിൽ നമ്മളിൽ കുമിഞ്ഞുകൂടിയ തിന്മകളുടെ, തെറ്റുകളുടെ, അസത്യങ്ങളുടെ, അധർമ്മങ്ങളുടെ, പാപങ്ങളെ കറകൾ മുഴുവനും കഴുകിക്കളയാൻ, നിന്റെ ജീവിതത്തിന് വിശുദ്ധി നൽകാൻ, നിന്റെ ജീവിതത്തെ ഖാലിക്കായ പടച്ച തമ്പുരാൻ ഏറ്റെടുക്കാൻ നിനക്ക് നൽകുന്ന പ്രയാസങ്ങൾക്ക് വരെ കൂലി നൽകുന്ന സമുദായമാണ് എൻ്റെ ഉമ്മത്തെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പ്രയാസങ്ങളിലാണ് ഒരു മനുഷ്യൻ്റെ ഈമാന്റെ മാറ്റുകൂടുക. പ്രതിസന്ധികളിൽ ഇപ്പോൾ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ലൈവായിട്ട് നമ്മൾ മൊബൈൽ വെച്ച് നമ്മളെ ഫോണിൽ ഈ വയത് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സുഹൃത്തം ചെയ്യുകയാണെങ്കിൽ, ഈ സദസ്സിൽ തണുപ്പിൻ്റെ നടുവിൽ വന്നിരുന്ന് നമ്മൾ കേൾക്കുന്ന സദസ്സിന് വല്ലാത്ത കൂലിയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, ക്ലേശത്തിലാണ് മനുഷ്യജീവിതത്തിൻ്റെ നന്മയെന്ന് വിശുദ്ധ ഖുർആൻ. ഒരാൾ വന്നല്ലോ, അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. തണുത്തു പോകരുത്, ഞാൻ ചൂടായി വരും, നിങ്ങൾ തണുക്കരുത്. അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ദുനിയാവിലെ ഏറ്റവും കടപ്പാട് നിർവഹിക്കേണ്ടത് ആരോടാ? ഹബീബ് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതും അയാൾ ചോദിച്ചു, പിന്നെ ഞാൻ ആരോടാ നബിയെ? അപ്പോഴും ഹബീബിന്റെ മറുപടി നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, നബിയെ ഞാൻ ആരോടാ? അപ്പോൾ അയാൾ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞെടുത്തു, നിന്റെ ഉമ്മയോടാണ്. അവസാനം നാലാമത് ചോദിച്ചപ്പോൾ ഉപ്പയാണെന്ന് മറുപടി പറഞ്ഞു. ഉപ്പയെ ചെറുതാക്കിയതല്ല, അതൊരു മനുഷ്യന്റെ ക്ലേശത്തിന്റെ കഥ പറയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഒരു പിഞ്ചോമന പൈതൽ ഉമ്മയുടെ ഉദരത്തിൽ ജീവൻ വെച്ച് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ആ ഉമ്മ സഹിച്ച യാതനകൾ എത്രയെന്നറിയോ? ആ ഉമ്മ സഹിച്ച വേദനകൾ എത്രയെന്നറിയോ? ഒന്ന് നിവർന്ന് നടക്കാനും കഴിയാതെ, ഒന്ന് ചെരിഞ്ഞ് കിടക്കാനും കഴിയാതെ, ശരീരം ഒരു ഭാഗത്തേക്ക്, ഉദരം മറ്റൊരു ഭാഗത്തേക്കാക്കി, പാതിരാ സമയത്ത് വീട്ടിലുള്ളവരൊക്കെ നിശയുടെ നിശബ്ദതയിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുമ്പോഴും തൻ്റെ ഉദരത്തിൽ വളർന്നു വരുന്ന പിഞ്ചോമന പൈതലിന് വല്ല പ്രയാസങ്ങളും സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ച് നിശയുടെ നിശബ്ദതയിൽ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചൊരു ഉമ്മയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ച ക്ലേശം, ഒരുമ്മ മക്കൾക്ക് വേണ്ടി സഹിച്ച ത്യാഗം, ഒരുമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ആ മനുഷ്യന്റെ ക്ലേശത്തിലാണ് ഒരു മനുഷ്യന്റെ പവർ. അടയാണ് അല്ലാഹുവിന്റെ റസൂല് ലോകത്തുള്ള മനുഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, മനുഷ്യരെ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അനുഗ്രഹങ്ങളുടെ അവർണ്ണനീയമായ പറുദീസകളുടെ പച്ചപ്പരവതാനി വിരിക്കപ്പെട്ട സ്വർഗീയ ആരാമം നിങ്ങൾ ദ്വാരക്കാണ്.
നമ്മൾ അള്ളാഹിനോട് പറയാണ് തരണമെന്ന്. പക്ഷേ ആ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ കൂലികൾ ഏറ്റവും കൂടുതൽ അള്ളാഹു നൽകുന്ന ഉമ്മത്ത് നമ്മളാണ്. പ്രയാസങ്ങളിൽ ആ കൂലി വർദ്ധിപ്പിച്ചു തരുന്ന സമുദായം നമ്മളാണ്. മാത്രമല്ലല്ലോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസങ്ങളിൽ അധിഷ്ഠിതമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യൻ തകർന്നു പോകരുത്. ഇന്ന് ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹങ്ങളിൽ പോലും ആത്മഹത്യ വർദ്ധിക്കുകയാണ്. ഇനി എൻ്റെ പ്രശ്നത്തിന് പരിഹാരം എൻ്റെ ജീവനൊടുക്കലാണ്. ഇനി എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എൻ്റെ ജീവൻ അവസാനിപ്പിച്ചു കളയലാണെന്ന് കരുതി ആത്മഹത്യകൾ വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യനവൻ്റെ ജീവൻ ഒടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷുഭിത യൗവനങ്ങൾ ആരുടെക്കോ കൈകളിലെ പാവകളായി മാറുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മോനെ, പ്രയാസം വരുമ്പോൾ തളർന്നു പോകരുത്, ബുദ്ധിമുട്ട് വരുമ്പോൾ തളർന്നു പോകരുത്, അവിടെ നമ്മൾ ക്ലേശത്തിലായി പോകരുത്, എനിക്കാരുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ മഅനാ, എനിക്ക് ജീവൻ തന്നത് എൻ്റെ റബ്ബല്ലേ, നമുക്ക് വെള്ളം തന്നത് നമ്മുടെ റബ്ബല്ലേ, നമ്മൾ പറയാതെ നമുക്ക് 2 കൈകൾ തന്ന, നമ്മൾ പറയാതെ നമുക്ക് 2 കാലുകൾ തന്ന, നമ്മൾ പറയാതെ നമുക്ക് കണ്ണുകൾ സംവിധാനിച്ച, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവനും ഒരുക്കി തന്ന, നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ ഇതൊന്നും നമുക്ക് തന്നത്. ഇതൊക്കെ നമ്മളോട് ഒരാൾക്കുള്ള സ്നേഹമാ. ആ ഖാലിക്കായ പടച്ച തമ്പുരാനില്ലേ, ആ റബ്ബ് നമ്മളെ മാറ്റി നിർത്തൂല, ആ റബ്ബ് നമ്മളെ ഒഴിവാക്കൂല. എന്ത് പ്രയാസം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ട് നിന്റെ മുന്നിലുണ്ടായാലും ആത്മഹത്യ പരിഹാരമാണെന്ന് കരുതരുത്. എൻ്റെ ജീവിതം ഒടുക്കലാണ് പരിഹാരമെന്ന് ചിന്തിക്കരുത്. ആ ജീവിതം അവസാനിപ്പിക്കലാണ് എല്ലാ പ്രശ്നത്തിനുമുള്ള പോംവഴിയെന്ന് കരുതരുത്. പ്രയാസങ്ങളുടെ നടുവിൽ ജീവിക്കേണ്ടി വന്നാൽ, പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കേണ്ടി വന്നാൽ, എൻ്റെ ദുനിയാവിൽ ആരൊക്കെന്നെ മാറ്റി നിർത്തിയാലും എൻ്റെ ഖാലിക്കായ പടച്ച തമ്പുരാനില്ലേ, എനിക്ക് ജന്മം തന്ന എൻ്റെ റബ്ബില്ലേ, എൻ്റെ ജീവിതം ഏറ്റെടുത്ത എൻ്റെ ഖാലിക്കായ റബ്ബിനോട് ഒന്ന് മനസ്സു തുറന്നൊരു സങ്കടം പറഞ്ഞാൽ, കണ്ണിൽ നിന്ന് 2 കണ്ണുനീരൊലിപ്പിച്ച് എൻ്റെ റബ്ബിനോടൊരു സങ്കടം പറഞ്ഞാൽ, എൻ്റെ തീരാത്ത പ്രശ്നമില്ല, പരിഹരിക്കപ്പെടാത്ത പ്രതിസന്ധികളില്ല എന്ന് റബ്ബിനോട് ചേർന്ന് നിൽക്കാൻ നമുക്കൊന്ന് കഴിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരിസിനാ പർവ്വതത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയെ ഒരു ചാറ്റൽ മഴയുന്ന പാതിരാ സമയത്ത് ചാറ്റൽ മഴ പെയ്യുമ്പോൾ വഴിവക്കിൽ വെച്ച് നടന്നുപോയ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ തൂരിസിനാ പർവ്വതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ഒറ്റപ്പെട്ട് വേപത കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ പിന്നിൽ നിന്നൊരു വിളിയാണ്, യാ മൂസ, ഒരൊറ്റ വിളിയാണ്. മൂസാ നബി ആലോചിച്ച്, പടച്ചോനെ, ഈ സമയത്ത് ഈ വിജനതയുടെ മരുപ്പറമ്പിൽ ഒരു സഹായത്തിനൊരു പൂച്ചക്കുട്ടി പോലും ഇല്ലാത്ത ഇടത്തിൽ ആരാണ് എന്നെ ഈ സമയത്ത് പേരെടുത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്നത്? മൂസ, അതാരുമല്ല, അനല്ലാഹ്, ഞാൻ ഖാലിക്കായ റബ്ബാണെന്ന് ആ ചാറ്റൽ മഴ പെയ്യുന്ന പാതിരാ സമയത്ത് നിശബ്ദതയിൽ ഒറ്റപ്പെട്ടു പോയ മൂസ നബിയോട്, ഞാനുണ്ട് മൂസ, എന്തിന് പേടിക്കണമെന്ന് പറഞ്ഞ ഖാലിക്കായ പടച്ച തമ്പുരാനും ആ റബ്ബിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ആ ഹബീബിൻ്റെ ചാരത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു പ്രതലത്തിൽ നിന്നാൽ അവിടെയാണ് ഒരു മനുഷ്യൻ അല്ലാഹു അവൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾക്കനുസരിച്ച്, പ്രയാസങ്ങൾക്കനുസരിച്ച് കൂലി നൽകുന്നത്. മാത്രമല്ലല്ലോ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു പെണ്ണ് ഗർഭം ചുമന്നൊരു കുഞ്ഞിന് ജന്മം നൽകിയാൽ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ജന്മം നൽകിയവരാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെ ഭൂമിയിൽ ഉമ്മ പ്രസവിച്ചാൽ, ജന്മം നൽകിയാൽ, ആ ഒരു പ്രസവത്തിലൂടെ ഉമ്മാക്ക് 100 ഷഹീദിന്റെ കൂലി നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കളകൾ ആരവങ്ങൾ മുഴക്കി ഒഴുകിപ്പോകുന്ന കുഞ്ഞോളങ്ങൾ പോലെ എൻ്റെ ജീവിതമാകണമെന്ന് നമ്മൾ കൊതിക്കരുത്. അങ്ങനെ ആയാലേ മുന്നോട്ട് പോകൂ എന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും. ആ വിഷമങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ ഖാലിക്കായ റബ്ബൻ്റെ കൂടെ നിൽക്കുമെന്ന ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലാഹു കൂടുതൽ കൂലി നൽകുക. ഒരു പെണ്ണ് പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലി നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഏതാ ഷഹീദ്? ആരാ ഷഹീദ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
സത്യത്തിൻ്റെ ശത്രുക്കളോട് ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിൽ പർവ്വതങ്ങളെപ്പോലെ പാറകളെപ്പോലെ ഉറച്ചു നിന്ന മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെക്കുറിച്ച്, അതുപോലെ മഹാന്മാരായ ഹുദീങ്ങളെക്കുറിച്ച് അല്ലാഹു റസൂൽ പറയാ, ക്ലേശത്തിൽ അധിഷ്ഠിതമായ ദുനിയാവിൽ ഒരു പ്രയാസം സഹിച്ചാൽ ആ ഒരു പെണ്ണിനൊരു പ്രസവത്തിലൂടെ അല്ലാഹ് നൽകുന്നത് 100 ഷഹീദിന്റെ കൂലിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആരാ ഷഹീദ്? മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. നമുക്കറിയാമല്ലോ, സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഊദ് യുദ്ധത്തിന്റെ വേളയിലൊന്ന് കുനിഞ്ഞു നിന്നപ്പോൾ ഒരു പാറപ്പുറത്തിന്, ഒരു പാറയുടെ മുകളിൽ ഒളിച്ചു നിന്നിരുന്ന പക്ഷി മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ചാട്ടുളി എറിയുകയാണ്. ആ ചാട്ടുളി എറിഞ്ഞപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അവിടെ പെടഞ്ഞു വീഴുകയാണ്. ആ സമയം ഉപയോഗപ്പെടുത്തിയ പക്ഷി ഓടി വന്നിട്ട് ആ ഉഹദിന്റെ മണൽപ്പരപ്പിൽ കിടക്കുന്ന മഹാനായ സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ മാർബിടത്തിലേക്ക് ചാടിക്കയറിയിരുന്നിട്ട് തൻ്റെ കയ്യിലുള്ള കടാര കൊണ്ടൊന്നുകൂടെ ഹംസത്തുൽ കറാർ തങ്ങളുടെ മാർബിടം കുത്തിങ്ങി പിളർത്തിയിട്ട് അത് 2 ഭാഗത്തേക്കായി വലിച്ചു മാറ്റിയിട്ട് ഉള്ളിലേക്ക് കൈകടത്തിയിട്ട് കരൾ പറിച്ചെടുത്തിട്ട് ചവച്ച് തുപ്പിയപ്പോൾ ആ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ സയ്യിദ് ശുഹദാ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന കൂലിയാണ് പ്രയാസങ്ങൾ സഹിച്ച് സുഹൃതങ്ങൾ ചെയ്യുന്ന മനുഷ്യന് കിട്ടുക എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അവസാന കാലഘട്ടമാണ്. പ്രയാസങ്ങൾ ഒരുപാടുണ്ടാകും. അങ്ങനെ നമുക്ക് താങ്ങാനോ സഹിക്കാനോ കഴിയാത്ത പ്രയാസം വരുമ്പോൾ ആത്മഹത്യയിലേക്ക്, അരുതായ്മകളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ഇവിടെയാണ് എൻ്റെ സ്വർഗം അല്ലാഹ് ഒരുക്കി വെച്ചത് ഒന്നൊരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ ശുഹദായിൻ്റെ കൂലി ഒരു പെണ്ണിന് കൊടുക്കുമ്പോൾ, അവസാന കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ സുന്നത്ത് മുറുകെ പിടിക്കുന്ന, ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ വിശുദ്ധമായ ദീനിൻ്റെ ഓരം ചേർന്ന് നടക്കുന്നവർക്ക് ശുഹദായിൻ്റെ കൂലി കിട്ടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആ ശുഹദാ ആരാ നമ്മൾ അറിയണം. നിങ്ങൾക്കറിയോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. മക്കയിലേക്ക് പോയാൽ നമുക്കിവിടെ പ്രസിദ്ധമായ വളരെ മനോഹരമായ ഒരു റോഡ് കാണാം. ആ റോഡ് അവിടെ അറിയപ്പെടുന്നത് തന്നെ ശുഹദാക്കളുടെ പേരിൽ അറിയപ്പെടുന്നതാണ്, ശാരിഉ ശുഹദാ. ആ റോഡ് അറിയപ്പെടുന്നത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, ആ പരിശുദ്ധമായ ഖബർ ആ റോഡരികിലുള്ളത് കൊണ്ട് ആ റോഡിൻ്റെ പേരെന്നെ അങ്ങനെയാണ്. ആ ശുഹദാക്കളുടെ നേതാവായി മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുമ്പോൾ എന്താ സംബന്ധം അറിയോ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിൽക്കുമ്പോൾ ശത്രുവിൻ്റെ ഓർഡറാണ്. ആ ഭാഗത്ത് മക്കയിൽ നിന്ന് പ്രവാചകന് റെക്കമെൻഡാണ്, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാൻ കുറച്ച് ആളുകൾ വേണം. അങ്ങനെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 7 ഹാഫിദീങ്ങളെ പ്രവാചകൻ മദീനയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പോകുമ്പോൾ, മക്കയിലേക്ക് പോകുമ്പോൾ മദീനയുടെ ബൗണ്ടറി കഴിഞ്ഞ ഉടനെ 6 ആളുകളെയും ശത്രുക്കൾ അപകടപ്പെടുത്തി ചതിപ്പെടുത്തി കൊന്നുകളഞ്ഞു. 6 ആളെയും കൊന്നുകളഞ്ഞു. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് അതിൽ ബാക്കിയായത്. അവസാനം കുറേ കാലം തടങ്കലിൽ വെച്ചു. ഹുബൈബിന് മനം മാറ്റം വന്നിട്ടുണ്ടാകുമെന്ന് കരുതി ഹുബൈബിനെ പിന്തിരിപ്പിക്കുവാൻ ശത്രുക്കൾ വന്നിട്ട് ചോദിച്ചു, അല്ല, നിന്റെ ഈ സ്ഥാനത്ത് ഇതുപോലെ തടങ്കലിൽ കിടന്ന് പ്രയാസം അനുഭവിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് മുഹമ്മദാണെന്ന് സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനായ ഹുബൈബ് തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് സ്ഥാനത്താകുന്നതിനപ്പുറം എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിലേക്ക് ഒരു മുള്ള് തറക്കുന്നത് പോലും ഈ ഹുബൈബിന് ഇഷ്ടമല്ല എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ ശത്രുക്കൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് തൂക്കിയിടുകയാണ്. ചരിത്രം നമുക്ക് പരിധിയാൽ കാണും. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മരത്തിലേക്ക് തൂക്കിയിട്ടപ്പോൾ മഹാനായ ഹുബൈബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മുൻഭാഗത്ത് മാത്രം 90-ലധികം അമ്പുകളാണ് ശത്രുക്കൾ എയ്തു വിട്ടത്. മുൻഭാഗത്ത് മാത്രം 90 അമ്പുകൾ. ശരീരത്തിൻ്റെ മുൻഭാഗം മുഴുവനും 90ഓളം വലിയ മാരകമായ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് മഹാനായ സയ്യിദ് ശുഹദാ ഹുബൈബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ മദീന പള്ളിയിൽ റസൂലുള്ളാഹി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് സഹാബത്തിന്റെ നടുവിൽ നിന്ന് എന്തെന്നറിയാതെ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഭാഗത്ത് നോക്കിയിട്ട് വഅലൈക്കുമുസ്സലാം എന്ന് സലാം മടക്കി. വഅലൈക്കുമുസ്സലാം എന്ന് സലാം പറഞ്ഞു. സഹാബത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, നിങ്ങൾ ആരോടാണ് സലാം മടക്കിയത്? നിങ്ങൾ ആരോടാ സലാം മടക്കിയത്? ഉടനെ കരഞ്ഞു കലങ്ങിയ ആമിന ബീവിയുടെ മുത്തുമോൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബ, നമ്മളിരിക്കുമ്പോൾ അവിടെ ശത്രുക്കൾ നമ്മുടെ ഹുബൈബിനെ കൊലപ്പെടുത്തി കളഞ്ഞു. സ്വഹാബ, ആ കൊലപ്പെടുത്തിയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് മാത്രം 90ഓളം അമ്പുകൾ ഏറ്റുവാങ്ങിയിട്ട് ആ ഹുബൈബിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാനുള്ള യാത്രക്കിടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഹുബൈബിൻ്റെ ആത്മാവ് സലാം പറഞ്ഞിട്ട് പോയതാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കാണാം. അപ്പോൾ ആ ഹുബൈബ് റളിയല്ലാഹുവിന് കിട്ടുന്ന കൂലി, ആ ഹുബൈബ് റളിയല്ലാഹുവിന് ലഭിക്കുന്ന നന്മ, ആ ഹുബൈബ് റളിയല്ലാഹുവിന് കിട്ടുന്ന കൂലിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. പ്രയാസങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ, ആ പ്രയാസങ്ങളിലായി മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിനിടയിൽ അവൻ്റെ സുഹൃതങ്ങൾക്ക് മാറ്റുകൂടും. അവൻ്റെ സുഹൃതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ നൽകും. അങ്ങനെയാണല്ലോ നോമ്പ്, വിശുദ്ധമായ റജബ് ഈ നാളെ മറ്റന്നാൾ മുതൽ നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ റജബ് മാസം വിശുദ്ധമായ റമളാന് വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണ്. ആ റമളാനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. റജബ് ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമളാനു ശഹ്റു ഉമ്മത്തി എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതെന്താ? നോമ്പ് എല്ലാ സമുദായത്തിനുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ ആരാണ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ പവിത്രതകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂലികൾ നോമ്പ് എല്ലാ സമുദായത്തിനുമില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എല്ലാവർക്കും നോമ്പുണ്ട്. എന്താ പിന്നെ നമ്മുടെ നോമ്പ് അവിടുന്ന് പ്രത്യേകമായത്? നമ്മുടെ നോമ്പിൻ്റെ പ്രത്യേകത, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നമ്മുടെ നോമ്പ് ലൈലത്തുൽ ഖദ്റുള്ള നോമ്പാണ്. ലൈലത്തുൽ ഖദ്റുള്ള നോമ്പ് ഒരൊറ്റ സമുദായത്തിനുമില്ല. ആ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ആ ഖുർആൻ ഇറക്കിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പം ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാത്തത് അള്ളാഹു നമുക്ക് ധാരാളമായി നൽകി. എന്നാലോ മറ്റുള്ള സമുദായങ്ങൾക്ക് കൊടുക്കുന്ന നോമ്പിൻ്റെ കൂലിയല്ല നമുക്ക് അള്ളാഹു നൽകുന്നു. അസ്സൗമു ലീ വ അനാ അജ്സി ബി. നോമ്പ് നോറ്റോരിങ്ങോട്ട് പോന്നോളൂ, ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നതൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നമുക്ക് അള്ളാഹു നൽകിയ മഹത്വം നമ്മൾ തിരിച്ചറിയണം. പ്രയാസത്തിൻ്റെ നടുവിലുള്ള ജീവിതം ഒരിക്കലും മനുഷ്യൻ്റെ മനസ്സ് പതറിപ്പോകരുത്. എൻ്റെ ഖാലിക്കായ റബ്ബൻ്റെ കൂടെയുണ്ടെന്ന ബോധവും ഉണ്ടാകണം. ഞാൻ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഒരുപാട് കൂലി നൽകുമെന്ന ബോധം ഉണ്ടാകണം. ആ റമദാൻ മറ്റുള്ളവർക്കില്ലാത്ത കൂലി എനിക്ക് അള്ളാഹു നൽകുമല്ലോ. മറ്റന്നാൾ മുതൽ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമുണ്ട്. വരുന്നാളെ റമദാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിൻ്റെ മുമ്പിൽ വീഴുമെന്ന് സുജൂദതിൽ ചോദിക്കുമപ്പോൾ റബ്ബ് റമദാനോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവരോട്? തലയിൽ ധരിക്കാൻ താജു നീ നൽകേണ്ടതാ, ഉർലിസാനയുമായിരം നൽകേണ്ടതാ. നാളെ മഹ്ശറിൽ നമ്മൾ ദുനിയാവിൽ പ്രതിഭാസമായി കാണുന്ന പലതും നാളെ മഹ്ശറിൽ ജീവനോടെ വരുമെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഒന്നും നമ്മൾ ദുനിയാവിൽ നിസ്സാരമായി കാണരുത്. ഒന്നും നമ്മൾ ദുനിയാവിൽ ഒയന്നോവറാക്കി വിടരുത്. നമ്മൾ ദുനിയാവിൽ കാണാത്ത പ്രതിഭാസങ്ങളായി കണ്ട പലതും നാളെ മഹ്ശറിൽ ജീവനോടെ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. കുടുംബബന്ധം എന്താ സംഭവം? നമ്മൾ പരസ്പരം വിളക്കി ചേർക്കേണ്ട ഒരു പ്രതിഭാസമാണ്. പക്ഷെ നാളെ കുടുംബ ബന്ധത്തിന് അള്ളാഹു ജീവൻ നൽകി. അത് നാളെ മഹ്ശറിൽ അള്ളാഹിനോട് സംസാരിക്കുമെന്ന് സഹീഹുൽ ബുഖാരിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം അതെന്താ? ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ നാളെ സ്വർഗ്ഗക്കാര് സ്വർഗത്തിലേക്കും നരകക്കാര് നരകത്തിലേക്കും ഇങ്ങനെ ഒരുങ്ങി കയറി നിൽക്കുമ്പോൾ അവർക്ക് രണ്ടുപേരുടെയും നടുവിൽ മരണത്തെ അള്ളാഹു ഒരു ആട്ടിൻകുട്ടിയുടെ കോലത്തിൽ കൊണ്ടുവന്നിട്ട് നരകത്തിൻ്റെ മുമ്പിലും സ്വർഗത്തിൻ്റെ മുമ്പിലും വെച്ച് ആട്ടിൻകുട്ടിയെ മലക്കുകൾ കശാപ്പ് ചെയ്തിട്ട് ഇത് മരണമാണ്, ഇനി സ്വർഗത്തിലുള്ളവരെ നിങ്ങൾ കാലാകാലം ജീവിച്ചോളൂ, നിങ്ങൾക്ക് മരണമില്ല. നരകത്തിലുള്ളവർ നിങ്ങൾ കാലാകാലം അവിടെയാണ്, നിങ്ങൾക്ക് മരണമില്ലെന്ന്. ആ മരണമെന്ന പ്രതിഭാസത്തെ ജീവനോടെ മഹ്ശറിൽ കൊണ്ടുവന്ന് അള്ളാഹു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇതൊക്കെ ജീവിതകാലത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഇതൊക്കെ നാളെ മഹ്ശറിൽ എനിക്ക് ജീവിതത്തിൻ്റെ എൻ്റെ ചാരത്തേക്ക് വന്ന് പറയാനുള്ളതാണ്. ഇതൊക്കെ എൻ്റെ കൂടെ. അതുപോലെ റമദാൻ നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ വരും.
എന്നിട്ട് റമദാൻ അവരെ നോമ്പ് നോറ്റ, റമദാൻ അനുസരിച്ച, റമദാന്റെ കൂടെ നിന്ന, റമദാനിൽ തറാവീഹ് നിസ്കരിച്ച, പരിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതിയ, വിശുദ്ധ റമദാനിന്റെ ഓരം ചേർന്ന് തന്ന ആ മനുഷ്യരോട് മുഴുവനും റമദാൻ നാളെ വന്നിട്ട് കിന്നാരം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വരും നാളെ റമദാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുമ്പിൽ വീഴുമെന്ന് സുജൂദതിൽ. ഞാൻ പറഞ്ഞു വന്നത്, ബാക്കിയുള്ള സമുദായത്തിന് ഇല്ലാത്ത വിധം നോമ്പിന്റെ കൂലി അല്ലാഹ് നമുക്ക് നൽകുകയാണ്. റബ്ബിന്റെ മുമ്പിൽ റമദാൻ സുജൂദിൽ കിടക്കും. അപ്പൊ അല്ലാഹ് പറയും, എന്താ റമദാൻ, എന്താണ് ഞാൻ അവർക്ക് കൊടുക്കേണ്ടത്? ആ സമയത്ത് റമദാൻ പറയും, അത്ര പഠിച്ചോനെ, തണുപ്പിന്റെ രാത്രികളിൽ, അതുപോലെ ശക്തമായ ചൂടിന്റെ നടുവിൽ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം അവരുടെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. പഠിച്ചവനെ, ആ വെള്ളം ദാഹം കൊണ്ട് തൊണ്ട മുറിഞ്ഞു പോകുന്ന ശക്തമായ ചൂടിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ, ഒരു പിടി ഭക്ഷണം കഴിക്കാതെ ചെറിയ മക്കൾ പോലും ആ നോമ്പെടുത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങ് കാത്തു നിന്നത് പഠിച്ചോനെ നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണ്. അവർക്ക് നീ സ്വർഗം നൽകണേ എന്ന് റമദാൻ ആദരിച്ചവർക്ക് വേണ്ടി മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. കൂലി കൂടുതൽ കിട്ടുന്ന സമുദായം നമ്മളാണ്. നഷ്ടപ്പെടുത്തി കളി. ഇൽമിന്റെ സദസ്സിൽ പോയിരുന്നാലെന്ന് ഒരു വർഷമുള്ള ഇബാദത്താകതമിന്നെ. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഇൽമിന്റെ സദസ്സിലേക്ക് പോയാൽ ഒരു വർഷം, ഓരോ ചവിട്ടടിക്കും ഒരു വർഷം നമ്മൾ ഇബാദത്തെടുത്ത് കൂലി നൽകുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സമുദായം നമ്മളാണ്. ആ കൂലി വാങ്ങിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒരു പ്രയാസം വന്നാൽ നമ്മൾ തകർന്നു പോകരുത്. ആത്മഹത്യ പരിഹാരമായി കാണരുത്. മറ്റുള്ളവൻ ആക്രമിക്കുക, ജീവൻ നഷ്ടപ്പെടുത്തി കളയുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിഹാരമായി കാണരുത്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അവ്വലു മൻ യൻദുറു ഇലല്ലാഹി ഫിൽ ജന്നതി അൽ-അദ്റാ. നാളെ അല്ലാഹനെ കാണാൻ ഏറ്റവും കൂടുതൽ ആദ്യം അവസരം കിട്ടുന്നവർ ആരാന്നറിയോ? നാളെ അല്ലാഹനെ കാണാൻ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. 14ന്റെ പൊന്നമ്പളി അമ്പളിമാമനെ ആകാശത്ത് നിങ്ങൾ മറയില്ലാതെ കാണുന്നത് പോലെ നാളെ വിശ്വാസികൾ അല്ലാഹനെ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാം അസ്രലാരം അല്ലാഹനെ കാണാന്നറിയോ? ആരാണ് സ്വർഗത്തിലേക്ക് കയറിയാൽ ആ റബ്ബിന്റെ ലിക്കാ ആദ്യമായി കാണുന്നത് ആരെന്നറിയോ? അവ്വലു മൻ യൻദുറു ഇലല്ലാഹി തആല ഫിൽ ജന്നതി അൽ-അദ്റാ. ദുനിയാവിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയവരാണ്. ദുനിയാവിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവർ. ആദ്യം അവന് കാഴ്ചയുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ വെച്ച് എവിടെ വെച്ചെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ, ദുനിയാവിൻ്റെ പ്രകൃതി അവന് നഷ്ടപ്പെട്ടു പോയാൽ, സൗന്ദര്യം അവനിൽ നിന്ന് അന്യമായി പോയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആ കണ്ണ് നഷ്ടപ്പെട്ടു പോയവൻ അവിടെ വെച്ചവൻ്റെ ജീവിതത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് പറയരുത്. ഇനി എനിക്ക് എന്തുണ്ടെന്ന് മനുഷ്യൻ ആലോചിക്കരുത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പ്രവാചകൻ പറയാണ്, ദുനിയാവിൽ ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ നാളെ മഹ്ശറിൽ അല്ലാഹനെ കാണാൻ ആദ്യം അല്ലാഹ് അവസരം കൊടുക്കുന്നത് ദുനിയാവിൽ കണ്ണ് പോയവനാ, കാഴ്ച നഷ്ടപ്പെട്ടു പോയവനാ. അവർക്ക് അല്ലാഹു അവസരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസങ്ങളിൽ നമ്മൾ തകരാതിരിക്കുക, പ്രയാസങ്ങളിൽ നമ്മൾ നെരുപ്പോട് കൊള്ളാതിരിക്കുക, റബ്ബിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആപമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിയത് 120ഓളം സഫുകൾ സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 90 സഫ് നമ്മളായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ സഫിലേക്ക് കയറാൻ പറ്റുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണമല്ലോ, എന്ന് നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ. കാരണം വിശുദ്ധമായ റജബ് നമ്മളിലേക്ക് വരുമ്പോൾ, അത് ശഅബാനെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, റമദാനിലേക്കുള്ളൊരു പ്രയാണമായി നമ്മളതിനെ കാണുമ്പോൾ, നമ്മുടെ ഉമ്മത്തിൻ്റെ ആയുസ് എത്രയാ? അമാർ ഉമ്മത്തി ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കണേ, ഇവിടെ നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് 120 സഫ്. ആ 120 സഫിൽ 90 മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്. വസ്സാബിഖൂൻ, ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നവർ നമ്മൾ, ആദ്യമായി വിചാരണക്കെടുക്കുന്നവർ അതും നമ്മളാണ്. എന്നാൽ നമ്മുടെ ആയുസ്സോ
60-ന്റെയും 70-ന്റെയും ഇടയിൽ മാത്രമാണെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നമ്മൾ മുൻകാല സമുദായമോ അവർ വലിയവർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധന കാലം തന്നെ 950-ന്റെയും 1000-ന്റെയും ഇടയിലാണെന്ന് കാണാം. ജീവിതകാലമല്ല, പ്രബോധന കാലം തന്നെ 1000-ന്റെ അടുത്താണ്. അവരൊക്കെ ജീവിച്ചത് ആയിരക്കണക്കിന് കൊല്ലങ്ങളാണ്. അവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 1000ഉം 2000ഉം കൊല്ലമൊക്കെ ജീവിച്ച ആ ജനതയെ പിന്തള്ളിയിട്ട് 60-ന്റെയും 70-ന്റെയും ഇടയിൽ ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അവരെക്കാൾ മുമ്പ് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുക? എന്ത് ഇബാദത്ത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് ചാടി എത്താൻ കഴിയുക? കാരണം അവർ 1000 കൊല്ലം എടുത്തത് നമുക്ക് ആകെ 60ആണ്. ആ 60-ൽ തന്നെ 30 നമ്മൾ ഉറക്കിലാണ്. പിന്നെ എല്ലാം കഴിച്ചൊരു 10-20 കൊല്ലം മാത്രം നമുക്ക് ഉണ്ടാകുക. ആ 20 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് 1000 കൊല്ലം ജീവിച്ച ജനതയെ നമ്മൾ അതിജയിക്കുക? അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടെ നമ്മളോട് പറഞ്ഞു തന്നത് ജീവിതത്തിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്നാലേ നമുക്ക് കർമ്മം കൊണ്ട് ആ സമുദായത്തെ ജീവിക്കാൻ കഴിയൂ. നമുക്ക് കിട്ടുന്ന ദുനിയാവിൻ്റെ സുഖങ്ങളോ നമുക്ക് കിട്ടുന്ന ദുനിയാവിൻ്റെ മറ്റ് അലങ്കാരങ്ങളോ ലഭിക്കുമ്പോൾ നമ്മൾ അല്ലാഹനെ മറന്നുകൂടാ, ഹബീബിനെ നമ്മൾ വിസ്മരിച്ചുകൂടാ. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽമാൽ. ദുനിയാവല്ല തുറന്നു തരുമ്പോൾ റബ്ബിനെ മറന്നു പോകുന്ന കാലഘട്ടമാണ്. കല്യാണങ്ങൾ വരുമ്പോൾ, മറ്റാഘോഷങ്ങൾ വരുമ്പോൾ, ഇനി തെരഞ്ഞെടുപ്പിൻ്റെ വിജയാഹ്ലാദ പ്രകടനമാണെങ്കിൽ തന്നെയും അല്ലാഹനെ മറന്നുകൊണ്ട് നമ്മൾ ദുനിയാവിൽ ജീവിക്കരുത്. ഒരു കല്യാണവും അല്ലാഹനെ മറന്നിട്ടാകരുത്, ഒരാഘോഷവും അല്ലാഹനെ മറന്നിട്ടാകരുത്. കാരണം നമ്മൾ കേവലം 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ളവരാ. നമുക്കെന്ത് അഹങ്കരിക്കാനുണ്ടെങ്കിലും അല്ലാഹു ദുനിയാവിൽ ചെയ്ത കല പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. നമ്മൾ അഹങ്കരിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ സമ്പത്ത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വാഹനം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ കൊണ്ടാവാം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നമുക്കുള്ള സ്വാധീനം കൊണ്ടാവാം. എന്തുമാവട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ കേവലം 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ളവരാണ്. മുൻകാല സമൂഹത്തെ നിങ്ങൾ അറിയുമോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. ഖുർആൻ പറയാ, നിങ്ങൾ ആദ് സമൂഹത്തെ കുറിച്ചൊന്ന് പഠിക്കണം. ആരാദ് സമൂഹം എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അതുപോലത്തെ ഒരു സമുദായത്തെ മുമ്പല്ല പടച്ചിട്ടില്ല, ഇനി അവരിട്ട് പടക്കുകയുമില്ല. അത്രയും ലോകത്തെ വലിയ ശക്തന്മാരായിരുന്നു ആദ് സമൂഹം. പിന്നെ പറഞ്ഞു, വസമൂദല്ലദീന ജാബു സ്വഖറ ബിൽ വാദ്. സമൂദ് ഗോത്രത്തെ നിങ്ങൾ അറിയുമോ? സമൂദ് ഗോത്രത്തെ നിങ്ങൾ അറിയുമോ? അല്ലദീന ജാബു സ്വഖറ ബിൽ വാദ്. വലിയ വലിയ പർവ്വതങ്ങളുടെ പ്രാന്തങ്ങളിൽ അവരുടെ കൈകൾ ഉപയോഗിച്ച് വലിയ വലിയ പാറക്കല്ലുകൾ തുരന്നെടുത്തിട്ട് കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയിരുന്ന സമൂദ് ഗോത്രത്തെ നിങ്ങൾ അറിയുമോ? ഇന്ന് JCB എടുക്കുന്ന പണി സ്വന്തം കൈകൊണ്ടെടുത്ത സമുദായമായിരുന്നു സമൂദ് ഗോത്രമെന്ന് വിശുദ്ധ ഖുർആൻ. അവരല്ല നമുക്ക് പറഞ്ഞത് എന്തിനറിയോ? അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കൊരല്പ സമ്പത്ത് വരുമ്പോൾ നിങ്ങൾ അഹങ്കാരികളായേക്കാം. ദുനിയാവിൻ്റെ കുറച്ച് സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ അഹങ്കാരികളായേക്കാം. റബ്ബിനെ മറക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാം. കല്യാണപ്പന്തലിൻ്റെ നടുമുറ്റത്ത് ആരവങ്ങൾ തീർക്കുമ്പോൾ ഓർമ്മയുണ്ടാകണം റബ്ബിനെ. അതിനെക്കുറിച്ച് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക. അള്ളാഹിന്റെ ഖുർആൻ നമ്മളോട് പറയാ, നിങ്ങൾ അഹങ്കരിക്കരുത്. ദുനിയാവ് എന്ത് കിട്ടിയാലും എന്തൊക്കെ സൗകര്യങ്ങൾ വന്നാലും റബ്ബിനെ ഓർക്കണം. എന്നിട്ട് പറഞ്ഞത് ആ സമുദായത്തിൻ്റെ ദുരന്ത കഥയാ. ആ സമുദായത്തെ നമുക്ക് ആദ്യം പറഞ്ഞൊന്ന് ആരാന്ന്? അല്ല, അവരെ പോലെ ഒരു സമുദായത്തെ അല്ല മുമ്പ് പഠിച്ചിട്ടില്ല. എന്നിട്ടോ അവരെ പോലെ വേറെ പടക്കുകയുമില്ല. അവർ ലോകത്തെ ഏറ്റവും വലിയ ശക്തരും മല്ലന്മാരുമാണ്. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു ആ ഗോത്രത്തിൻ്റെ പതനത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആ ആദ് സമുദായത്തെ ഇവിടെ പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട് സൂറത്തുൽ ലാഖയിൽ, വഅമ്മാ ആദുൻ വഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ.
അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ആദ് സമുദായത്തിന്റെ ദുരന്തം അല്ലാഹ് പറയുകയാണ്, വമ്മാദും വഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ അതിയ. ആ ആദ് സമൂഹത്തിലേക്ക്, ആ ആദ് സമൂഹത്തിന് അല്ല കൊടുത്ത നിഅമത്ത് കൊണ്ട് അവർ അഹങ്കരിച്ചപ്പോൾ, അള്ളാന്റെ നിഅമത്തെ അവർ പുറങ്കാല് കൊണ്ട് തട്ടിമാറ്റിയപ്പോൾ, റബ്ബിന് ശുക്ർ ചെയ്യാനാണ്, റബ്ബിന് നന്ദി കാണിക്കാനാണ്, ആ റബ്ബിനെ ഓർക്കാനാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കല്ലേ ഒരു മനുഷ്യൻ വന്നിട്ട് പ്രവാചകന്റെ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുകയാണ്. സാവത്ത് വെച്ചു, നിങ്ങളാരാ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ദൂരദിക്കിൽ നിന്ന് ഹബീബിനെ കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് നബി ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചു. ഒരു സഹാബി ഉള്ളിലേക്ക് പോയി. എന്നിട്ട് ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയെ കാണാൻ ഒരാൾ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കർട്ടൻ നീക്കി ഒന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അയാൾ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ്. അക്ഷരങ്ങൾ അയാൾക്ക് പുറത്തു വരുന്നില്ല, അയാൾക്ക് സംസാരിക്കാനും കഴിയുന്നില്ല. പേടിച്ചരണ്ട് വിറച്ചു നിൽക്കുമ്പോൾ അയാളോട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മോനെ, തഖാഫൂനി അന ബിൻ ഇംറാത്തിൻ തഖുലുൽ കദീർ. മോനെ, എന്തിനാ എന്നെ കാണുമ്പോൾ പേടിക്കുന്നത്? മോനെ, എന്തിനാ എന്നെ കാണുമ്പോൾ വിറക്കുന്നത്? എന്താ അക്ഷരങ്ങൾ പുറത്തേക്ക് വരാത്തത്? ഞാൻ ആരാന്നറിയോ? ഞാൻ ഇവിടുത്തെ രാജാവാണെന്ന് പറഞ്ഞില്ല, ഈ അറേബ്യയുടെ അധിപൻ ഞാനാണെന്ന് പറഞ്ഞില്ല, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരി എന്ന് പറഞ്ഞില്ല. ആ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ വിനയാന്വിതനായി പേടിച്ചരണ്ട് അക്ഷരങ്ങൾ പുറത്തേക്ക് വരാതെ ആ കട്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യനെ ഹബീബ് ചേർത്തി പിടിച്ചിട്ട് പറഞ്ഞെന്നറിയോ? ഈ മക്ക മണലാരുണ്യത്തിലൂടെ, ഈ മരുപ്പറമ്പിലൂടെ ഉണക്ക റൊട്ടി തിന്നു നടന്ന ആമിനാന്റെ മോനാണ് ഞാൻ. നീ എന്നെ കാണുമ്പോൾ പേടിക്കേ? നീ എന്നെ കാണുമ്പോൾ വെറുക്കേ? നീ എന്നെ കാണുമ്പോൾ അക്ഷരങ്ങൾ പുറത്തേക്ക് വരാതെ കട്ടപ്പെടുവേണ്ട. നമ്മൾ അധികാരങ്ങൾ ഒരാളെ വേഷപ്പെടുത്താനല്ല, നമുക്കുള്ള സൗകര്യങ്ങൾ അഹങ്കരിക്കാനല്ല, അല്ലാഹ് നമുക്ക് തന്ന നിയമത്തുകൾ ഒരിക്കലും മറ്റൊരുത്തരെ നിസാരവൽക്കരിക്കാനല്ല. നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ പേടിക്കുന്നത്? ഞാൻ ഇതിലൂടെ ഉണക്കറൊട്ടി തിന്ന് നടന്ന ആമിനാന്റെ മോനാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മനുഷ്യൻ അങ്ങനെയാകണമെന്നാണ്, ആ ശുക്രിന്റെ കഥ പറയാനാണ്, ധിക്കാരികൾ ആകരുതെന്ന് പറയാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ആക്കയിൽ പറഞ്ഞു വെച്ചത്. അവർക്ക് തോന്നി ഞങ്ങളെ തകർക്കാൻ ദുനിയാവിൽ ഒരു ശക്തിക്കും കഴിയില്ല, കാരണം ഞങ്ങൾ വലിയ ശക്തന്മാരാണ്, ഞങ്ങൾ വലിയ മല്ലന്മാരാണ്, ഞങ്ങളെപ്പോലെ വേറെ ആളില്ലെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. പിന്നെ ഞങ്ങളെ ആര് തകർക്കാൻ, ഞങ്ങളെ ആര് കീഴ്പ്പെടുത്താൻ ഒന്നിനും സാധിക്കില്ല എന്ന് ആ ആദ് സമൂഹവും സമൂദ് ഗോത്രവും ധിക്കാരികളും അഹങ്കാരികളുമായി മാറിയപ്പോൾ അവരുടെ ദുരന്തത്തിന്റെ കഥ അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹ് ഓർമ്മപ്പെടുത്തി എന്താറിയോ? കണ്ടക്ടർ ടിക്കറ്റ് എടുക്കണ്ടേ? എൻ്റെ വേണ്ടെന്നാ, ആയിക്കോട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബക്കറ്റ് വരുന്നുണ്ട്, നല്ലൊരു ചിലവുണ്ട്, നിങ്ങൾക്കറിയാലോ. അതിന് ഞാൻ വേറെ വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പരമാവധി എല്ലാവരും നല്ല സഹകരിക്കും ഇൻഷാ അല്ലാഹ്. നാളത്തോടുകൂടി നമ്മുടെ പരിപാടിയൊക്കെ അവസാനിക്കുമ്പോൾ സംഘാടകരെ ഒരു നിലക്കും കടത്തിലാക്കാത്ത വിധം വളരെ മനോഹരമായത് പൂർത്തിയാക്കണം. ഇവിടെ എല്ലാവരും അത് പരമാവധി സഹകരിക്കണം എന്നിടയിൽ ഓർമ്മപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നല്ല തണുക്കുന്നുണ്ട്, നിങ്ങൾ ഇരുത്തം കാണുമ്പോൾ ഞാൻ ചൂടായാലും നിങ്ങൾ തണുക്കുകയാണ്. എന്നാലും ആ സമൂഹ ഗോത്രത്തെ ഞാൻ പറഞ്ഞു വന്നത്, എന്ത് നിഅമത്ത് കിട്ടിയാലും അത് നമ്മളൊരു അഹങ്കാരത്തിൻ്റെ മുഖമുദ്രയാക്കരുത്. അതിന് വലിയൊരു അടയാളമായിട്ട് അള്ളാഹിൻ്റെ ഖുർആൻ പറയാ, സമൂഹ ഗോത്രത്തെ ആദ്യ സമൂഹത്തെ പരിചയപ്പെടുത്തി തരിക. അവരഹങ്കരിച്ചത് എന്തറിയോ? ഞങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല, ഞങ്ങൾ ലോകത്തെല്ലാം വലിയ ശക്തരാണ്, ഞങ്ങൾ ഏറ്റവും വലിയ മല്ലന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആദ്യ സമൂഹം അങ്ങനെ ധരിച്ചപ്പോൾ, അവർ അള്ളാഹിനെ ധിക്കരിച്ചു മറന്നപ്പോൾ, അവരങ്ങനെ ജീവിതം ഒരു അരുതായ്മകളുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ കൊണ്ടുപോയപ്പോൾ അവരുടെ ദുരന്ത കഥ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അവരിലേക്ക് അള്ളാഹു ഒരു കാറ്റങ്ങ് പറഞ്ഞയച്ചു എന്നാ. ഒരു കാറ്റടിച്ചു. ആ കാറ്റ് അവർ സഖറഅലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാം, 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവരിലേക്ക് അങ്ങനെ അടിച്ചു വീശി. 7 രാത്രിയും 8 പകലും ഇടതടവില്ലാതെ കാറ്റ് അവരിലേക്ക് അങ്ങ് അടിച്ചു വീശിയപ്പോൾ
അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, കഅന്നഹും അജാസു നഖ്ലിൻ ഹാവിയ, ഞങ്ങൾ ആർക്കും തകർക്കാൻ കഴിയില്ല, ഞങ്ങൾ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല, ഞങ്ങൾ വലിയ ശക്തരാണ്, ഞങ്ങൾ വലിയ മല്ലന്മാരാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ട് ഇവിടെ എന്ന് ആദ്യ സമൂഹം അള്ളാഹനെ ധിക്കരിച്ചു നടന്നപ്പോഴാണ് ആ സമൂഹത്തിന്റെ നടുവിൽ അല്ലാഹ് പറഞ്ഞയച്ചിട്ട് ആ കാറ്റം കൊടുത്തപ്പോൾ അവസാനം 7 പകലും 8 രാത്രിയും ആ കാറ്റ് അടിച്ചു വീശങ്ങ് തീർന്ന് കാറ്റ് ശാന്തമായപ്പോൾ ആ ആദ്യ സമൂഹത്തിന്റെ ദുരന്ത കഥ അള്ളാഹു അവസാനം പറഞ്ഞു നിർത്തിയത് കഅന്നഹും അജാസു നഖ്ലിൻ ഹാവിയ, മുരട് പിഴുതെറിയപ്പെട്ട ഈത്തപ്പന കുറ്റികൾ പോലെ ആദ്യ സമൂഹത്തിന്റെ തല വേറെ ഉടല് വേറെയായി ആ സമൂഹത്തെ അള്ളാഹു ലോകത്തെ വലിയ പാഠമാക്കി മാറ്റിവെച്ചു എന്ന് അള്ളാഹിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഈ ചരിത്രം സഹാബത്തിന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തപ്പോൾ, നബിയെ, അത്രയും വലിയ ശക്തരെ, അത്രയും വലിയ മല്ലന്മാരെ, ഇത്രയും വലിയ മസിൽ പവറുള്ള മനുഷ്യരെ ഇങ്ങനെ തലവേറെ ഉടല് വേറെയാക്കി നശിപ്പിക്കാൻ വേണ്ടി മാത്രം അള്ളാഹു പറഞ്ഞയച്ച കാറ്റിൻ്റെ അളവ് എത്രയാ? അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്തിൻ്റെ സംശയമാണ്, അങ്ങനെ നശിക്കണമെങ്കിൽ അത് വല്ലാത്തൊരു കാറ്റായിരിക്കുമല്ലോ നബിയെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ കയ്യിൽ നിന്ന് മോതിര വിരലിങ്ങനെ ഉരിയിട്ട് ആ മോതിരം ഇങ്ങനെ ഉരുക്കാണിച്ചിട്ട് പറഞ്ഞു, സഹാബ, ഇല്ലാ മിസ്ല മൗദിയൽ ഖാതം, ഈ മോതിരത്തിൻ്റെ വട്ടക്കണ്ണിയിലൂടെ എത്ര അളവിലാണോ കാറ്റ് പോരുക ആ ഒരു അളവ് മാത്രമാണ് ആദ്യ സമൂഹത്തിലേക്ക് അള്ളാഹു കാറ്റ് പറഞ്ഞയച്ചിട്ടുള്ളൂ. ആ കാറ്റിലാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തരും മല്ലന്മാരും എന്ന ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏതൊന്നിൻ്റെ നടുവിലും നമ്മൾ അള്ളാഹ്ക്ക് നന്ദിയുള്ളവരാകണം, നമ്മൾ റബ്ബിന് ശുക്ർ ചെയ്യുന്നവരാകണം, അള്ളാഹനെ മറന്നു ജീവിക്കുന്നവരാകരുത്. നിസ്കാരം ഒരു നിലക്കും നമ്മൾ മാറ്റി നിർത്തരുത്. വിശുദ്ധ ഖുർആൻ അങ്ങാടിയിലിറങ്ങി സർവ്വപത്രങ്ങളായ പത്രങ്ങൾ മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു പേജെങ്കിലും ഓതാൻ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. ഒരു നന്മയും നമ്മൾ നിസാരമായി കാണരുത്. നമ്മൾ ആ ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാൻ ആ 120 സ്വഫിൽ നിന്ന് 90 നമ്മളാകുമ്പോൾ അതിലേക്കുള്ളൊരു ഒരുക്കപ്പാട് ഇന്നേ നമ്മളിൽ ഉണ്ടാകണം. ആ മരണം നന്നാകാൻ, ആ സ്വഫിലേക്ക് നമ്മൾ കയറാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുക, നിസാരമായി നമ്മൾ കാണുന്ന പലതും ദുനിയാവിൽ നമ്മൾ ഗൗരവത്തോടുകൂടെ കാണണം. നിസാരമായി നമ്മളൊന്നും തള്ളിക്കളയരുത്. വലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ തുലീക്, ഒന്നും നിസാരമായി കാണരുത്. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള ഒരു പുഞ്ചിരിയാകാം ഒരുപക്ഷെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒന്നും നിസ്സാരമാക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലേ, റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, ഞാൻ ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ സ്വർഗം ഞാൻ കണ്ടപ്പോൾ, നരകം ഞാൻ കണ്ടപ്പോൾ സ്വർഗത്തിലൊരു മനുഷ്യനെ ഞാൻ കണ്ടു. അയാളൊക്കെ എങ്ങനെയാണ് കണ്ടെന്നറിയോ? റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, അയാൾ സ്വർഗത്തിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. സ്വർഗത്തിൽ അയാൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. അയാൾ സ്വർഗത്തിലേക്ക് പോകാൻ കാരണം എന്തറിയോ? ഫീ ശജറത്തിൻ ഖതഅൻ ലഹ്രി തരീഖ് കാനത് ഉദിന്നാസ്, മനുഷ്യന്മാരെ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ ശരീരങ്ങളിൽ പോറേൽപ്പിച്ച, അവർക്കുണ്ട ഒരു തടസ്സമായി നിന്നിരുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് വഴിയിലേക്ക് ഇങ്ങനെ നീണ്ടു നിന്നത് കണ്ടപ്പോൾ അത് ആൾക്കാരുടെ ശരീരത്തിൽ തട്ടണ്ട, കുട്ടികളെ തലയിൽ അത് മുട്ടണ്ട, മനുഷ്യൻ്റെ ശരീരത്തിൽ പോറേൽപ്പിക്കണ്ട, വസ്ത്രം അതിൽ കുടുങ്ങണ്ട എന്ന് കരുതി വഴിയിലേക്ക് നീണ്ടു നിന്ന ഒരു മരത്തിൻ്റെ കൊമ്പൊന്ന് ഒടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ തുള്ളിച്ചാടി കളിക്കുന്നത് ഞാൻ കണ്ടുവന്ന അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഒന്നും നിസ്സാരമാക്കി കളയരുത്, ഒന്നും നമ്മൾ വെറുതെയാക്കരുത്. സഗൗരവത്തോടെ നമ്മളെല്ലാം കാണണം. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഒരുക്കിയെടുക്കണം. അതിനെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മനുഷ്യൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്ന മരണത്തോടു കൂടിയാണല്ലോ. മരണമെന്ന് പറയും. ആ മരണം നമുക്ക് നന്നാകണമെങ്കിൽ നമ്മുടെ ഉറക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു നസീഹത്തായിട്ട് ഞാൻ പറയാൻ, എൻ്റെ ചെറുപ്പക്കാരോട് പറയാം, ഉമ്മമാരോട് ഞാൻ പറയാൻ, എൻ്റെ രക്ഷിതാക്കളോടും പറയാം. കാരണം ഈ ഉറക്കമെന്നത് മരണത്തിൻ്റെ റിഹേഴ്സലാണ്. നമ്മുടെ മരണത്തിന് വേണ്ടിയുള്ള പ്രാക്ടിക്കലാണ് നമ്മുടെ ഉറക്കം. അതുകൊണ്ടാണല്ലോ ഉറക്കിൽ നിന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹിയാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചോനെ, ഉറക്കിൽ നിന്ന് ഞാനിതാ എഴുന്നേറ്റ് വന്നു, അതൊരു മരണമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യമൂതു കുല്ലു ഇൻസാനിൻ അലാ മാ ആശ അലൈഹി
വയുബഅസു കുല്ലു ഇൻസാനിൻ അലാ മാ മാത അലൈഹി. അതുകൊണ്ട് എന്നെ ശബ്ദം ശപിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയട്ടെ, ഉറക്കം അത് മരണത്തിനുള്ള റിഹേഴ്സലാണ്. ആ ഉറക്കം നമ്മൾ നന്നാക്കണം. ആ ഉറക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഉറങ്ങാൻ മനുഷ്യനൊരു മര്യാദയുണ്ടാവണം. ആ ഉറങ്ങാനുള്ള അടുക്കും ചിട്ടയും നമ്മളിൽ ഉണ്ടാകണം. ആ ഉറക്കിന് വേണ്ടിയുള്ള, മരണത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ അവൻ്റെ ഉറക്ക്, അതുപോലെ ആയിരിക്കും അവൻ്റെ മരണം. യമൂതു കുല്ലു ഇൻസാനിൻ അലാ മാ ആശ അലൈഹി. അപ്പം നമ്മൾ എന്ത് വേണം? സാധാരണ നമ്മൾ ഇന്നത്തെ കണ്ടല്ലോ, ഇന്ന് നമ്മളെന്താ മൊബൈലിൻ്റെ ലോകത്താണ്. മൊബൈലിൻ്റെ ലോകത്താണ്. ചോറും വെച്ച് കിടന്നാലും അല്ലേ, ലൈറ്റൊക്കെ ഓഫാക്കിയാലും ഇരുട്ടത്ത് മുഖം ഈ പ്രകാശിക്കുന്ന കാലമായത്. ലൈറ്റൊക്കെ ഓഫാക്കിയാലും എല്ലാവരുടെയും മുഖം ഇങ്ങനെ ലംഘുന്നുണ്ടാവും. ഈമാൻ്റെ ലംഘനല്ല, മൊബൈൽ ഓഫായിരിക്കില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരോടും പറയാ, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി തുറക്കപ്പെടുന്ന മരണത്തോടു കൂടെയാണ്. ഒരാളുടെ മരണം എങ്ങനെയാണോ അയാളുടെ ഉറക്കം അതിനെ ആസ്പദമാക്കിയിട്ടുണ്ടാകുക. എന്തോ എവിടേക്കോ പോയി കുതിര വിട്ട് നടന്ന് പന്ത് കളിച്ച് വന്ന് അവിടെ തുള്ളി ഇവിടെ തുള്ളി ലാശ് പുരയിൽ വന്ന് അങ്ങനെ വീണും കടന്നുറങ്ങുന്ന സ്വഭാവമാണെങ്കിൽ മരണം അങ്ങനെ തന്നെയായിരിക്കും. എവിടെയോ വീണ് എവിടെയോ മരിച്ചു എന്ന് പറയേണ്ടി വരും. ഉറക്കിനൊരു മര്യാദ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ഹബീബ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ കിടക്കണം നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലേ? എങ്ങനെ നിങ്ങൾ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ അവനവൻ്റെ വിരിപ്പിലേക്ക് ചെന്നിട്ട്, അവനവൻ്റെ വിരിപ്പിലേക്ക് ചെന്ന് കാലും നിവർത്തിയിരുന്ന് ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതി, ഒരു സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി, മുഅവ്വിദത്തൈനി ഓതി, അവൻ്റെ കൈവെള്ളയിലേക്കൊന്ന് ഊതിയിട്ട് അവൻ്റെ ശരീരം മുഴുവനും ഒന്ന് തടവി ചുരുങ്ങിയതൊരു ബിസ്മി പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ കഴിയണം. മൊബൈൽ നോക്കിയിട്ട് കിടന്നുറങ്ങിയാൽ അവൻ്റെ അവസാനത്തെ ചാറ്റിങ് മൊബൈലാണ്. അവൻ്റെ അവസാനത്തെ ദർശനം അവൻ്റെ മൊബൈലാണ്. ഏതോ ഒരു അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയതെങ്കിൽ, ഏതോ ഒരു അനാവശ്യമായ ചിത്രങ്ങൾ കണ്ടിട്ടാണ് കിടന്നുറങ്ങിയതെങ്കിൽ, അതിലുള്ള വീഡിയോകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ അവസാന കണ്ണടച്ചതെങ്കിൽ, മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഉറക്കം ഒരു മരണമാണ്. ആ ഉറക്കത്തിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹിൻ്റെ സ്വർഗം കിട്ടണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന മൂമെൻ്റ് നന്നാകണം. അത് നമ്മൾ കുതിര വിട്ടാൽ, അത് നമ്മൾ അനാവശ്യമായാൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടിട്ടാണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിച്ചിട്ടാണെങ്കിൽ, അള്ളാഹിൻ്റെ ഹബീബ് ഇഷ്ടപ്പെടാത്തത് ദർശിച്ചിട്ടാണെങ്കിൽ, അങ്ങനെ നമ്മൾ കിടന്നാൽ നമ്മുടെ അവസാന മൂമെൻ്റ് ശരിയല്ല. അങ്ങനെ ശരിയാകാതെ വന്നാൽ മരണം അതേ രൂപത്തിലായി പോകുമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവിടെയും പോയി അലഞ്ഞു തിരിഞ്ഞു നടന്ന് അല്ലെങ്കിൽ അവസാനം അങ്ങനെ വന്ന് കിടന്നുറങ്ങ് കിടത്തം അത് പരമാവധി വുളൂഓടുകൂടെ ചൊല്ലേണ്ടത് ചൊല്ലി ഓതേണ്ടത്, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. എല്ലാ നന്മകളും നമ്മൾ എടുത്തു കളഞ്ഞു, എല്ലാ നന്മകളും നമ്മൾ അവസാനിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ആകുമ്പോഴാണ് പ്രയാസം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നമ്മളൊന്ന് നന്നാകാൻ വേണ്ടി തീരുമാനിക്കുക. ഒന്ന് നന്നാകുക. ഒന്ന് കുറേ കാലം ജീവിച്ചല്ലോ, ഇനി എൻ്റെ ജീവിതത്തിലെ അബദ്ധ സഞ്ചാരങ്ങൾക്ക് ഇനിയൊരു അറുതി ഉണ്ടാവണം. എനിക്കെൻ്റെ ഖാലിക്കായ റബ്ബിനെ കാണണം. എൻ്റെ ഹബീബിൻ്റെ ശഫാഅത്തിൽ എനിക്ക് പെടണം. ആ സ്വർഗീയ ആരാമത്ത് റബ്ബിനെ കാണണം. എൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതമായി എനിക്ക് സ്വർഗമുണ്ടാവണം. ആ ഒരു സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയെടുക്കണം. അതാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളെ പറഞ്ഞു തന്നപ്പോൾ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന്റെ 63-ാമത്തെ ആയത്തിലൂടെ പറയാ, വഇബാദുർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചില മനുഷ്യരുണ്ട്, അള്ളാഹു പൊരുത്തപ്പെട്ട ചില അടിമകളുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നാൽ അള്ളാഹിൻ്റെ അബുദായി മാറുക എന്നുള്ളതാണ്. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ നമ്മളെ വിളിക്കുന്നൊരു പേര് അബുദാണ്. നമ്മൾ അബുദായി മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹിൻ്റെ ഹബീബിനെ പോലും വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന അൽ കഹ്ഫിൻ്റെ തുടക്കം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, ഈ ലോകത്ത് അത്ഭുത ഗ്രന്ഥമില്ലയോ അത് ഞാൻ കൊടുത്തത് അലാ അബ്ദിഹി അൽ കിതാബ്, എൻ്റെ അബുദായ മുഹമ്മദ് മുസ്തഫ. നമുക്കൊരു അബുദായി മാറാൻ കഴിയണം. ഒരു ജംഷീർ ബാക്കവി എന്ന് മഹ്സറിൽ അള്ളാഹിൻ്റെ അടുത്തിൽ അങ്ങനെ അറിയപ്പെടാനല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്. അല്ലെ നമ്മൾ ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആകണം, അള്ളാഹിൻ്റെ അടുത്ത് അങ്ങനെ ആകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് റബ്ബിൻ്റെ അടുക്കൽ ഞാനൊരു അബുദാവണം.
റബ്ബിൻ്റെ അടുക്കൽ ഞാനൊരു അബുദാവണം. നിശയുടെ നിശബ്ദതയിൽ അറേബ്യ മുഴുവനും ഇരുട്ടിൻ്റെ കരിമ്പടം പുതച്ച് കിടന്നുറങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആയിഷാൻ്റെ ചാരത്ത് കിടന്നിട്ട് അങ്ങനെ നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയപ്പോൾ ആ പാതിരാ സമയത്ത്, ആരും കേൾക്കാത്ത പാതിരാ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ആയിഷ ബീവി ചോദിക്കുന്നു, നബിയെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ, നിങ്ങൾക്കത് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ യാ റസൂലല്ലാഹ്. നബിയെ എന്തിനാ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാ നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത്? സ്വർഗം അങ്ങേക്ക് അല്ലാഹു നൽകിയിട്ടില്ലേ? സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലേ? അന സയ്യിദു വലദി ആദം, ഞാൻ മനുഷ്യരാശിയുടെ നേതാവാണ്. അന അവ്വലു മൻ യുഹർരികു ഹൽക്കൽ ജന്ന, സ്വർഗം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇതൊക്കെ അങ്ങ് പറഞ്ഞതല്ലേ നബിയെ, നിങ്ങൾ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം, നിങ്ങൾ എന്തിനിങ്ങനെ പ്രയാസപ്പെടണം എന്ന് ആയിഷ ബീവി നിശയുടെ നിശബ്ദതയിൽ ലോകം മുഴുവനും ഇരുട്ടിൻ്റെ കരിമ്പടം പുതച്ച് കിടന്നുറങ്ങുമ്പോൾ ആ മദീനത്തെ പള്ളിയുടെ ഈത്തപ്പന ഓലകൾക്കുണ്ടാക്കിയ ആ വീട്ടിൻ്റെ ഉള്ളറയിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ആയിഷ ബീവി ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്, ആയിഷ അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ? അല്ലാഹ് നമുക്ക് ദുനിയാവിൽ എന്തൊക്കെ നിയമത്ത് തന്നു, ഒന്ന് ഓർത്തോക്ക്. നമ്മൾ ഒന്നും വേണ്ട, ഇപ്പം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് തരുവണ അങ്ങാടി വരെ നമ്മളൊന്ന് പോയാൽ ഏതോ ഒരു പീടികക്കാരൻ അവൻ്റെ പീടികയുടെ സെറ്ററൊന്ന് താത്താൻ, തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഒന്ന് ചേർത്തി വെച്ച് കിടന്നുറങ്ങാൻ ആരൊക്കെയോ വലിച്ചെറിഞ്ഞ പത്രത്തിൻ്റെ താളുകൾ കൊണ്ടുവന്ന് കിടക്കയാക്കി സ്വന്തം കൈത്തണ്ടകൾ തലയണയാക്കി വെച്ച് മൂളിപ്പാട്ട് പാടുന്ന കൊതുകിൻ്റെ നടുവിൽ സുന്ദരമായി കിടന്നുറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യരെ ഈ മരം കോച്ചുന്ന പാതിരാ സമയത്ത് തെരുവണ അങ്ങാടിയിൽ നമ്മൾ കാണും. അതിനിടയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ, നമ്മുടെ മക്കളെ, നമുക്ക് ബന്ധപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഒരു കൂരക്കുള്ളിൽ പുതപ്പ് പുതച്ച് കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്കൊരു വീട് തന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിന് നമ്മൾ ആലോചിക്കണം? അഫല അക്കൂനു അബ്ദൻ ശകൂറ, ഈ തന്ന നിഅമത്തിന് അള്ളാഹ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് നമ്മളൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞോ? ഈ മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹ്ക്കൊരു അൽഹംദുലില്ലാ പറഞ്ഞോ? അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ കിട്ടിയവരാ നമ്മൾ എന്തൊക്കെ സുഹൃത്തുക്കൾ ആവാഹിച്ചെടുത്തവരാ നമ്മൾ. ആ പാതിരാ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, ഞാനൊരു അബുദാവണ്ടേ, ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാവണ്ടേ. നമ്മൾ അതിനാ മത്സരിക്കേണ്ടത്. അയൽവാസിയോടല്ല നമ്മൾ മത്സരിക്കേണ്ടത്, കുടുംബക്കാരോടല്ല നമ്മൾ മത്സരിക്കേണ്ടത്, ബാക്കിയുള്ളവരോടല്ല നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി ഞാൻ മാറണ്ടേ, അബുദാകാൻ മത്സരിക്കണം. അതാ ഫലാക്കൂൻ അബ്ദൻ ശകൂറ. പാതിരാ സമയത്ത് പ്രവാചകൻ അങ്ങനെ കാല് വീർത്തപ്പോൾ ആ ജീവിതത്തിലേക്ക് ചേർത്തി വെച്ച മഹാന ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ്. ഇമാം ബൂസൂരി തങ്ങൾ അറിയോ നിങ്ങൾ? മഹാന നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ആദ്യമായി അള്ളാഹിനെ കാണുക, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയരാ മഹാനായ ഷാദുൽ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അങ്ങനെ ജീവിതത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആളായിരുന്നു. മഹാനവറുകളുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ. ഇമാം ബൂസൂരി തങ്ങൾ തൻ്റെ ഗുരുവിനോട് ഒരുപാട് തവണ ഖിദ്മത്തിലായി നടന്നു. അങ്ങനെ ഖിദ്മത്തിലായി നടന്നപ്പോൾ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് തൻ്റെ ഗുരു ചോദിക്കുന്നുണ്ടല്ല, ഒരുപാട് കാലം നീ എൻ്റെ കൂടെ നടന്നല്ലോ, നിനക്ക് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ദുനിയാവിലൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ദുനിയാവിൽ ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം എന്നറിയോ? എനിക്ക് ലോകത്ത് അടിമയാകാൻ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അബുദാകാൻ മത്സരിച്ച ഒരു മഹാമനീഷിയുണ്ട്. ആ മനീഷിയാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. എനിക്ക് ഹബീബിൻ്റെ മദ്ഹ് പറയണം. ഞാൻ ആ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അതിനെ വെല്ലുന്നൊരു മദ്ഹ് ഉണ്ടാകാൻ പാടില്ല. മഹാന ഇമാം ബൂസൂരി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനോട് എനിക്ക് ദ്വാരക്കാൻ വേണ്ടി എന്തുണ്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഗുരുവിനോട് പറഞ്ഞൊരു ആവശ്യം അതാണ്. അങ്ങനെ ഗുരു ദ്വാരന്നെടുത്തു, ഉസ്താദ് ദ്വാരന്നോട്ടു, ആ ദ്വാ കബൂലാക്കി. ആ ദ്വായുടെ കബൂലാണ് ഇമാം ബൂസൂരി തങ്ങളുടെ ഖസീദത്ത് ബുർഉദ്ദ. പ്രവാചക മധു ലോകത്ത് ഒരുപാട് വിരചിതമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ലോകത്ത് പ്രവാചകനെ കുറിച്ച് മധു പാടിയിട്ടുണ്ട്, ഒരുപാട് മൗലിദുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇമാം ബൂസൂരി തങ്ങളുടെ ഖസീദത്ത് ബുർഉദ്ദായിനെ വകച്ചു വെക്കാൻ ഒരു മധുകാവ്യം ലോകത്ത് ഇതുവരെ അവതീർണമായിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ച് ഇമാം ബൂസൂരി തങ്ങൾ അതിൽ പറയുന്നുണ്ട്, ലലംതു സുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിസ്തകത് കദമാ ഹുല്ലുറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം
ഒരു ദിവസത്തെ തഹജ്ജുദ് നിസ്കാരം ഇമാം ബുസൂരി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയപ്പോ രാവിലെ എഴുന്നേറ്റുകൊണ്ട് സങ്കടപ്പെട്ട ഇമാം ബുസൂരി തങ്ങൾ പറയാ, ആയിഷാ ബീവിയുടെ ചാരത്ത് പാതിരാക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയിട്ട് അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരു അടിമയാകണ്ടേ എന്ന് സങ്കടപ്പെട്ടു കരഞ്ഞ നബിയേ, എന്ന് അടിമയാകാൻ കൊതിച്ച നബിയേ, അങ്ങയുടെ തഹജ്ജുദ് ഇമാം ബുസൂരിക്കിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ നബിയേ, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം കാണിച്ചു പോയല്ലോ നബിയേ, നാളെ അങ്ങയുടെ ശഫാഅത്തിൽ എന്നെ ഈ ഒരു കാരണം കൊണ്ട് തള്ളിക്കളയരുത് നബിയേ. ഒരു തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയതിനാണ് ഇമാം ബുസൂരി തങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടതെങ്കിൽ കല്യാണത്തിൻ്റെ പേരിൽ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന, സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന, യാതൊരു ലാഘവത്തോടെ കണ്ട നിസ്കാരങ്ങൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കാത്ത നമുക്കിന്നൊന്ന് ചിന്തിച്ചുകൂടെ? അഫലാകൂനു അബ്ദൻ ശുക്കൂറാ. നബിയെ ആയിഷ, ഞാൻ അള്ളാഹ്ക്ക് നന്ദിയുള്ളൊരടിമയാകണ്ടേ. ആ അബ്ദാണ് അള്ളാഹിനെ ഖുർആൻ പരിചയപ്പെടുത്തി തന്നത്. അവർ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, വഇബാദു റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. നിങ്ങൾ ദുനിയാവിൽ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടു നടക്കണം. നിങ്ങളുടെ നടത്തം അല്ലാഹ്ക്കാകണം, നിങ്ങളുടെ ഇരുത്തം അല്ലാഹ്ക്കാകണം. നിങ്ങളുടെ സംസാരം ദുനിയാവിൽ മറ്റൊരാളെ പരാജയപ്പെടുത്താനല്ല, മറ്റൊരാളെ വിഷമിപ്പിക്കാനല്ല, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല. നിങ്ങളുടെ നാവ് അല്ലാഹ്ക്കാകണം, നിങ്ങളുടെ നടത്തം അല്ലാഹ്ക്ക് വേണ്ടിയാകണം. അങ്ങനെ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള പ്രയാണം ഒരുങ്ങിയാൽ, ഇന്നു മുതൽ നിങ്ങളങ്ങനെ തീരുമാനിച്ചാൽ, വൈദാ ഖാതബഹുമുൽ ജാഹിലൂന, നിങ്ങളെ വഴിയിൽ നിന്ന് മാറ്റി നിർത്താൻ, ആ സ്വർഗത്തിൻ്റെ വഴി നിങ്ങൾക്ക് തടയാൻ, നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, പരമാവധി നിങ്ങളെ വേണ്ടാത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടുകാരുടെ നിരയുണ്ടാകും, കുടുംബക്കാരിഷ്ടം പോലെയുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാകും. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവരോട് നിങ്ങൾ സലാം പറഞ്ഞേക്കണം, അവരോട് നിങ്ങൾ രാജിയായേക്കണം. അള്ളാന്റെ സ്വർഗം കിട്ടാൻ, അബദിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിൽ വരുന്നോ അത് ഇന്നു തന്നെ മാറ്റിയേക്കണം. അത് വാട്സപ്പ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സുകളാണെങ്കിലും ശരി, നിന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ച ഏതെങ്കിലും നമ്പറാണെങ്കിലും ശരി, എല്ലാം ഏതാവട്ടെ, അള്ളാന്റെ വഴിയിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുന്ന, അതുപോലെ സ്വർഗീയ ആരാമത്തിലേക്ക് നിനക്ക് തടസ്സമായി നിൽക്കുന്ന, അതിനപ്പുറത്തേക്ക് ആയിഷ, ഞാൻ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയാകണ്ടേ. ആ അടിമയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കാനും കഴിയുന്ന എന്ത് തടസ്സം നമ്മുടെ മുമ്പിലുണ്ടോ അതിനോട് സലാം പറയാതെ, അതിനോട് രാജിയാകാതെ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ഇബാദുർ റഹ്മാന്റെ പ്ലാറ്റ്ഫോമിൽ കയറാൻ നിനക്ക് കഴിയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബാദുർ റഹ്മാന്റെ പ്ലാറ്റ്ഫോമിൽ കയറണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയാകണം. ആ അടിമയാകാൻ അള്ളാഹുവിനെ പരമാവധി ഓർത്ത്, റബ്ബ് തന്ന നിഅമത്തുകളെ ജീവിതത്തിൽ ഓർത്തെടുത്ത് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇബാദുർ റഹ്മാൻ അള്ളാഹു അങ്ങനെ തന്നെ എടുത്ത് പറയാം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നല്ല അടിമയുടെ ലക്ഷണം അവർ ഖാലു സലാമ. നിന്നോട് ഒരാൾ ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ നീ അവരോട് ആ രൂപത്തിൽ പ്രതികരിക്കാൻ പോണ്ട, നിന്റെ ആഖിറത്തിൻ്റെ വഴി നീ അവിടെ തുറന്നെടുക്കണം. നിന്നോട് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ അതേ നാണയത്തിൽ പ്രതികരിക്കണ്ട, നീ നിന്റെ വഴി ആഖിറത്തിലേക്ക് തുറന്നെടുക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി എവിടെയാണ്? അള്ളാഹിൻ്റെ പൊരുത്തം എവിടെയാണ്? സൂക്ഷ്മതയുടെ പര്യായമായി ജീവിക്കലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബൂ ഹനീഫ ഇമാം തങ്ങളെ, എൻ്റെ ഒരു ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ഒരു ആട്ടിൻകുട്ടി കളവുപോയി. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം, കിട്ടിക്കോന്ന്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ദ്വാരക്കണം. ആ ആട്ടിൻകുട്ടി എൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ആടാണ്, അത് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അതിനും പറഞ്ഞ് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഇയാൾ ആട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയതിന് ശേഷം മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ജീവിതത്തിൽ കാണാം 20 കൊല്ലക്കാലം. അപ്പോൾ അവിടെ വന്ന ഏതോ ഒരു പ്രായമുള്ള ഒരാളോട് അബൂ ഹനീഫ ഇമാം തങ്ങൾ വെച്ച് ഒരു ആട്ടിൻ്റെ ആയുസ് എത്രയാണ്? അപ്പോൾ പറഞ്ഞു, ഒരു 20 കൊല്ലമൊക്കെ ജീവിക്കാൻ മതി. അപ്പോൾ അത് കേട്ടത് മുതൽ 20 കൊല്ലക്കാലം
തൻ്റെ മുമ്പിലേക്ക് ആട്ടിൻ്റെ മാംസം വന്നാൽ അബൂ ഹനീഫ് ഇമാമു തങ്ങൾ ആ ഭക്ഷണം കഴിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? അന്നെൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ മനുഷ്യൻ്റെ കളവ് പോയ ആട്ടിൻകുട്ടിയാകുമോ എൻ്റെ മുമ്പിലെ ഭക്ഷണത്തളികയിലേക്ക് വന്നത് എന്നാലോചിച്ച് 20 കൊല്ലക്കാലം ആട്ടിൻ്റെ മാംസം കഴിക്കാതെ ജീവിതത്തിൽ വിശുദ്ധി കാട്ടിയ ആളായിരുന്നു മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്. അങ്ങനെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിലും അവർക്ക് ഓരം ചേർന്ന് നടക്കാൻ നമുക്ക് കഴിയണ്ടേ? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതം നമുക്കറിയില്ലേ? നിളവേറും മീശാത്തോളൂതോരുളുവാലെ 40 സുബ്ഹ് തോളുതോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ നിളവേറും ഈശാത്തോളുതോരുളുവാലെ 40 സുബ്ഹി തോളുതോവർ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. എന്താ പറഞ്ഞത്? 40 കൊല്ലക്കാലം 40 കൊല്ലത്തോളം ഇശാഇനെടുത്ത വുളു കൊണ്ടാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ മനാക്കിബിൽ നമ്മൾ കണ്ടാൽ അതൊരു ആവേശത്തിന് പാടിപ്പോകാനുള്ളതല്ല. അതൊരു ഉബൂദിയത്തിൻ്റെ ഇബാദിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ മഹാനായ ജീലാനി തങ്ങൾ നടത്തിയ ശ്രമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു അത്. അഥവാ ഒന്നുകൂടി നമ്മൾ കയറി പറഞ്ഞാൽ 40 കൊല്ലം സുബഹിക്ക് വുളു ഇശാഇനെടുത്ത വുളു കൊണ്ടാണ് ജീലാനി തങ്ങൾ സുബഹി നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ 40 കൊല്ലക്കാലം ഉറങ്ങാൻ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ മറന്നുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറങ്ങിയാവുന്ന മുറിയല്ലോ. 40 കൊല്ലത്തോളം ഇശാ നിസ്കരിച്ച് ഇബാദത്തിലും ഇൽമിലും മറ്റാരാധനകളിലും മുഴുകി ഉറങ്ങാൻ മറന്നുപോയിട്ട് 40 കൊല്ലം ജീവിച്ചു എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെയൊന്നും നമുക്കാവില്ലെങ്കിലും ഒന്ന് ഓരം ചേർന്ന് നടക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? നമുക്ക് ശ്രമിക്കാലോ അങ്ങനെ ആകാൻ. ആ പ്രവാചകൻ്റെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെന്ന ആ ഒരു ദർശനത്തിൽ നിന്ന് നമ്മൾ തളർന്നു പോകാതെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടും നമുക്കാണെന്ന് ബോധം ഉണ്ടാകണം. അങ്ങനെയാകണമല്ലോ ഏത് നന്മയും. ഒരാൾ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന സൂറത്തിറങ്ങിയപ്പോൾ അങ്ങനെ പല അവസാനത്തിലിറങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകളുടെ വിശദീകരണത്തിൽ മഹാന്മാരെ പറയുന്നുണ്ട്. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. മോനെ, അള്ളാഹിനോട് നീ എപ്പോഴും പരാതിയല്ല, എനിക്കെന്താ ഒന്നും കിട്ടാത്തത്, എനിക്കെന്താ ഒന്നും ലഭിക്കാത്തത്, ഞാനെന്താ ഇങ്ങനെ, എൻ്റെ കാര്യങ്ങളെന്താ നടക്കാത്തത്, ഇങ്ങനെ റബ്ബിനോട് പരിഭവം പറയുന്നതിനപ്പുറം സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്നൊരായത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സദസ്സിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, അന മുഹ്താജുൽ മദീനത്തി യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഈ മദീനയിൽ ഒരു ഭിക്ഷക്കാരനാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ്. അതുകൊണ്ട് എന്ത് നിഅമത്ത് കിട്ടിയാലും അങ്ങ് പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്നല്ല ചോദിച്ചത്, എൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമോ നബിയേ? എൻ്റെ ഉറുദുക്ക് മറുതുണി ഇല്ലാത്തവനാണ്, ഭക്ഷണം കഴിക്കാൻ നേരത്തെ കിട്ടാത്തവനാണ്, ഞാൻ മദീനയിലെ ഭിക്ഷക്കാരനാ, ഈ ആയത്തെനിക്ക് ബാധകമാകുമോ നബിയേ? ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് ആ മനുഷ്യനൊന്ന് വിളിച്ചു, മോനെ നീ ഇങ്ങോട്ട് വാ. അയാൾ മെല്ലെ വെച്ച് പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നു. എന്താ നീ എന്നോട് ചോദിച്ചത്? നബിയെ, അങ്ങയോട് ഞാൻ അപമര്യാദ ഒന്നും പെരുമാറിയില്ലല്ലോ, നേർക്കാണല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞു, അതൊന്നല്ല, നീ എന്നോട് സദസ്സിൽ നിന്ന് ചോദിച്ചത് എങ്ങനെയാണ്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് അയാൾ പറഞ്ഞു, എല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് നബി അങ്ങോട്ട് ചോദിച്ചത്. ഉടനെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, ഖദ്ദുൽ ഖാമ, ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് 2 കാലിൽ നിന്ന് ചോദിക്കാൻ നിന്റെ 2 കാലിനുള്ള ആഫിയത്ത് തന്നില്ലേ? ഒരുപാട് മനുഷ്യർ ലോകത്ത് കാലില്ലാതെ നടക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, ഉണ്ടായിട്ട് നടക്കാൻ കഴിയാത്തവരുണ്ട്. ആ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിനക്കല്ല 2 കാല് തന്നില്ലേ? സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അങ്ങനെ ഓരോന്നുണ്ട്. റസൂൽ അവസാനം പറഞ്ഞു, നിനക്കല്ലാഹു നൽകുന്ന ലദ്ദത്തുൻ നൗം. അവസാനം റസൂൽ പറഞ്ഞ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തൊട്ടിട്ട് ഹബീബ് പറഞ്ഞതാ, ഇനി നിയമത്തൊന്നും എനിക്ക് കിട്ടിയില്ല, അള്ളാഹ് എനിക്കൊന്നും തന്നില്ല, അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമില്ല, ഞാൻ ചോദിക്കുന്നൊന്നും കിട്ടുന്നില്ല, ഞാനെന്താ ഇങ്ങനെ? അയൽപക്കത്ത് അമ്മ തുഷാറാണല്ലോ
അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുക. എന്ത് കാര്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിലേ, ഇപ്പുറത്തിങ്ങനെ നമ്മളെ പുരയിൽ ഇങ്ങനെ കറണ്ട് പോയാൽ പെണ്ണുങ്ങൾ പറയും, മോനെ കറണ്ട് പോയോ, ആ ഞാൻ ജെല്ല് തുറന്നിട്ട് അപ്പുറത്തെ കതീസ്ഥാനോട് നോക്കി നോക്കി അവിടെ പോയിക്കോ, അമ്മ ആടെയും പോയിക്കോ, ആടെയും പോയിക്കോ, അല്ലതില്ല സമാധാനം. ഞാൻ വെച്ചാൽ എൻ്റെ അവിടെ മാത്രം പോയത്, മറ്റിടത്തിനും പോയിക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല അല്ലേ? നല്ല കാറ്റടിച്ച് വായ വീണ്, വായെല്ലാം വീണല്ലോ പഠിച്ചോനെ, മോനെ ആ പോക്കറുടെ വായം വീണിക്കോ, പോക്കർ നിങ്ങളെക്കാളും കൂടുതൽ പോക്കറത് വീണിക്കോ, എന്നാൽ പിന്നെ സാരില്ല. നമ്മളെങ്ങനെയാണ്, നമ്മളത് മാത്രമല്ല പോക്കറിൻ്റെ വായം വീണിക്കുണ്ടെങ്കിൽ നമ്മളെ വായക്കൊരു കുഴപ്പമില്ല. നമ്മൾ മാത്രം വീണ് നമുക്ക് ഭയങ്കര സങ്കടമാണ്. മറ്റവരൊന്നും കൂടെയല്ലോ ഇന്ന് എൻ്റെ വീണാലും വേണ്ടില്ല പോക്കർ രക്ഷപ്പെടില്ലേ. നമ്മളങ്ങനെയാണല്ലേ. പണ്ടൊരു ചങ്ങായി എപ്പോൾ തോർക്കില്ല, അമ്മതി എന്നിട്ട് ഒരാൾ അയൽവാസി നല്ല ഉഷാറാണ്. അപ്പോൾ അയാളിങ്ങനെ ദിവസം ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ കയറി പോവുക. അപ്പോൾ ഒരു അയൽവാസി ഇങ്ങനെ നോക്കും, പഠിച്ചോനെ എൻ്റെ അയൽവാസി അന്തറു, ഓനെപ്പോൾ ഇങ്ങനെ ഉഷാറാന്നാണ്, പഠിച്ചോനെ എന്നെ ചന്ദ്രുവിനെ പോലെ ആക്കിത്തരണേ അല്ലാ, എന്നെ ചന്ദ്രുവിനെ പോലെ ആക്കിത്തരണേ അല്ലാ. ഇയാളെപ്പോൾ ഇങ്ങനെ ദ്വാരക്കും. കുറേ കാലം ദ്വാരുന്ന് ഉത്തരവൊന്നും കിട്ടി, ഇയാൾക്കൊന്നും കോലാന്നില്ല. അപ്പോൾ ഇയാൾ ഒരു ദിവസം ദ്വാരക്കും, പഠിച്ചോനെ ഒരുപാട് കാലമായി ഞാൻ എന്നെ അന്തറുവിനെ പോലെ ആക്കണേ, എന്നെ അന്തറുവിനെ പോലെ ആക്കണേ എന്നൊരുപാട് കാലമായി പഠിച്ചോ എന്നോട് ഞാൻ തോർക്കുന്നു. എന്നെ ഇതുവരെ ഞാൻ അന്തറുവിനെ പോലെ ആക്കിയിട്ടില്ല. എന്നെ ഞാൻ അന്തറുവിനെ പോലെ ആക്കുന്നില്ലെങ്കിൽ അന്തറുവിനെ ഞാൻ അന്നെപ്പോലെ ആക്കണേ അല്ലാ. ഇതാ നമ്മളെ കഥ. അങ്ങനെ ആകരുത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. നമ്മൾ അങ്ങനെ ആകേണ്ടത്, പ്ലാറ്റ്ഫോമിൽ നിൽക്കണം, അങ്ങനെ നമ്മൾ സുഹൃത്തുക്കൾ ചെയ്യണം. അപ്പോൾ ഈ റസൂൽ ലദ്ദത്തുന്നോ, മോനെ ഇതൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ പോയി കിടന്നാൽ ഭാര്യനെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ മക്കളെ ചേർത്ത് പിടിച്ച് അല്ല പുതപ്പൊന്ന് പോച്ച് നല്ലോണം നീണ്ടു വന്ന് ചുരുണ്ടൊന്ന് കിടന്നാൽ ആ തണുപ്പുള്ള രാത്രിയിൽ ആ ഉറക്കിൻ്റെ ഒരു സുഖമില്ലേ, ആ ഒരൊറ്റ സുഖം മതി. അള്ളാഹു തന്ന നിനക്ക് ഏറ്റവും വലിയ നിഅമത്ത് ആ ഒരുറക്കം മാത്രം മതി. കാരണം എന്താണെന്നറിയോ, ഹോസ്പിറ്റലിലേക്ക് നീയൊന്ന് സഞ്ചരിച്ചാൽ, മാനന്തവാടിയോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിൽ നീയൊന്ന് സഞ്ചരിച്ചാൽ ഒന്ന് ഉറങ്ങിക്കിട്ടിയെങ്കിൽ, ഒരു പോള കണ്ണടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് പാതിരാ സമയത്ത് കണ്ണും തുറന്ന് കിടക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് മോനെ. ആ മനുഷ്യന്മാർക്കിടയിൽ നിനക്ക് സുഖമായി ഉറങ്ങാൻ അള്ളാഹു നിനക്ക് ഉറക്ക് തന്നില്ലേ. വലദത്തുന്നൗം, ആ ഉറക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ്, അള്ളാഹു തന്ന വല്ലാത്തൊരു നിഅമത്താ. നീ അങ്ങോട്ടൊന്നും ആലോചിക്കണ്ട. നിനക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള കാല്, നിനക്ക് നിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ആഫിയത്ത്, നിൻ്റെ കയ്യിനല്ല തന്ന സ്വാധീനം, നിൻ്റെ കണ്ണിനല്ല തന്ന കാഴ്ച, നിൻ്റെ ചെവിക്കല്ല തന്ന കേൾവിശക്തി, നിനക്കല്ല തന്ന ഉറക്കം, അള്ളാഹു നിനക്ക് തന്ന പച്ചവെള്ളം. റസൂൽ അതിൽ പറയുന്നുണ്ട്, നിനക്ക് കുടിക്കാനല്ല തന്ന പച്ചവെള്ളല്ലേ. അലം റസൂൽ തങ്ങൾ പറയും, അവ്വലമാ യുസ്അലു അൻഹുൽ അബ്ദു മിനൻ നഈമി യൗമൽ ഖിയാമ അലം നുസിഹ ലക ജിസ്മക വനുർവിക മിനൽ മാഇൽ ബാരിദ്. മോനെ നീ ദുനിയാവിലൊന്നും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഹറാം, നമ്മളാണല്ലോ ഈ വീടുണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റോട് മത്സരിക്കാൻ ബാങ്കിൽ പോയി നമ്മൾ ലോൺ എടുക്കുകയാണ്, അല്ല പലിശക്ക് വാങ്ങാണ്, ഹറാമിയത്തിലൂടെ ശേഖരിക്കുകയാണ്. അതിനൊന്നും നിൽക്കണ്ട, അതിൻ്റെ ഒന്നും പിന്നാലെ പോണ്ട. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ ജീവിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്നറിയോ? അതിൻ്റെ പിന്നാലൊന്നും നീ പോകണ്ട. അലം നുസിഹ ലക ജിസ്മക വനുർവിക മിനൽ മാഇൽ ബാരിദ്. മോനെ ദാഹിക്കുമ്പോൾ നിൻ്റെ ചുണ്ട് നനക്കാൻ വെള്ളം അല്ലാഹു സംവിധാനിച്ചില്ല നിൻ്റെ കണ്ടിൽ, കുടിക്കാനുള്ള വെള്ളം തന്നില്ലേ, അത് അള്ളാഹു ദുനിയാവിൽ തന്ന വലിയ നിഅമത്താ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറ ഫമയതികും ബിമാഇൻ മഈൻ. ആ വെള്ളമെങ്ങാനും വറ്റി വരണ്ടു പോയാൽ, ആ വെള്ളം ഇല്ലാതായി പോയാൽ, നിനക്ക് വലിയ വീടുണ്ടെന്ന് വിചാരിച്ചോ, സൂപ്പർ മാർക്കറ്റ് ഇഷ്ടംപോലെ ഉണ്ടെന്ന് വിചാരിച്ചോ, വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിൻ്റെ പരിസരത്ത് നിനക്ക് കുടിക്കാൻ ഒരു മുറുക്ക് വെള്ളമില്ല എങ്കിൽ നിൻ്റെ ഒന്നുമല്ല, നിൻ്റെ വീടോ നിൻ്റെ കൊട്ടാരോ ഒന്നും നിനക്ക് കഴിയില്ല. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറൻ ഫമയതികും ബിമാഇൻ മഈൻ. മോനെ ഈ വെള്ളം നമ്മൾ എത്ര കുടിക്കുന്നുണ്ട്? നേരം വെളുത്ത് മൂന്നാൾ നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നത്? ആ വെള്ളം അള്ളാഹു നിനക്ക് ദുനിയാവിൽ നൽകിയ വലിയ നിഅമത്താണ്. നാളെ പരലോകത്ത് വന്നാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട 2 ചോദ്യം എന്താ അറിയോ? അമലുകളെക്കുറിച്ച്, നിസ്കാരമാണ്. അള്ളാഹു നമുക്ക് ദുനിയാവിൽ തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നത്, നമ്മൾ പലപ്പോഴും നമ്മൾ പരാതി പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതുണ്ടായില്ല അല്ലെങ്കിൽ ഇതുണ്ടായില്ല എന്ന് ഭൗതികതയുടെ പ്രതലത്തിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ളവരോട് മത്സരിക്കുമ്പോൾ, ആ മത്സര ബുദ്ധി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒന്നോർത്താൽ മതി, മത്സരിൽ അള്ളാഹ് നമ്മളോട് ചോദിക്കുന്ന 2 നിഅമത്ത്, മോനെ അലം നുസിഹ ലക ജിസ്മക, നിനക്ക് ഞാൻ നല്ല ആരോഗ്യം തന്നിട്ടില്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന,
നടന്നു പോകാൻ കഴിയുന്ന, നിൻ്റെ പ്രാഥമിക കർമ്മങ്ങൾക്ക് നിനക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്ന, ചോറ് പ്ലേറ്റിൽ നിന്ന് കൈകൊണ്ട് എടുത്താൻ കഴിക്കുന്ന, നിനക്ക് സ്കൂളിലേക്കും മദ്രസയിലേക്കും കൈകൊണ്ട് എഴുതാൻ കഴിയുന്ന, നിൻ്റെ വാഹനത്തിലല്ല നിൻ്റെ മൈഷത്തിന് ഉപാധിയായി നിൻ്റെ വാഹനം നിൻ്റെ കൈകൊണ്ട് തന്നെ ഓടിച്ചു പോകാൻ കഴിയുന്ന ഒരാഫിയത്ത് അല്ലാഹ് നിനക്ക് തന്നില്ലേ? അലം നുസിഖലക ജിസ്മക്, ആ നിനക്കല്ല തന്ന ആരോഗ്യമാണ്, നിന്റെ ശരീരത്തിൽ അല്ല തന്ന ആ ആഫിയത്താണ് മോനെ അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. പിന്നെ ചോദിക്കുന്നറിയോ, വനുർവിക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് കുടിക്കാനുള്ള പച്ചവെള്ളം അല്ല തന്നിട്ടില്ലേ? കുടിക്കാനുള്ള പച്ചവെള്ളം തന്നിട്ടില്ലേ? ആ പച്ചവെള്ളവും അല്ല തന്ന നിഅമത്താണ്. അഥവാ ഒന്നുകൂടി കയറി പറഞ്ഞാൽ, ദുനിയാവിൽ പലതും കിട്ടിയില്ല, പലതും എനിക്കായില്ല എന്ന് പറഞ്ഞ് പലിശയുടെ അല്ലെങ്കിൽ ലോണിൻ്റെ അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ പിന്നാലെ ഓടുന്ന നമ്മളൊക്കെ ഓർക്കേണ്ടത്, നാളെ പരലോകത്ത് വന്നാൽ നീ 2 നില വീടുണ്ടാക്കിയോന്നല്ല അള്ളാൻ്റെ ചോദ്യം. നിനക്ക് ഞാൻ നല്ല ആരോഗ്യവും കുടിക്കാൻ പച്ചവെള്ളവും തന്നിട്ട് ആ കുടിച്ച പച്ചവെള്ളത്തിൻ്റെ കണക്ക് റബ്ബിനോട് പറയാതെ കാലനക്കാൻ അള്ളാഹു സമ്മതിക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ചോദ്യം, സുമ്മന മുഹ്താജുൽ മദീന, നബി ഞാൻ മദീന പള്ളിയിലെ യാചകനാണ്, മദീനയെ പട്ടണത്തിലെ യാചകനാണ്, എനിക്ക് ആയത്ത് ബാധകമാണോ ചോദിച്ചപ്പോൾ നീ ഉറങ്ങിയ ഉറക്കിൻ്റെ കണക്ക് റബ്ബിനോട് പറഞ്ഞാൽ അതിന് മാത്രം നീ ദുനിയാവിൽ ഒന്നടങ്കം എല്ലാ സമയത്തും സുജൂദിൽ കിടന്നാലും നിന്റെ ഉറക്കിൻ്റെ പലിശ അല്ലെങ്കിൽ നിന്റെ ഉറക്കിൻ്റെ ശുക്ർ അള്ളാഹ്ക്ക് കൊടുത്തവനായി മാറൂല മോനെ. കാരണം കണ്ണടക്കാനും കഴിയാതെ, ഒരുപോലെ കണ്ണടക്കാനും കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർക്കിടയിൽ നിനക്ക് ഞാൻ ഈ ഉറക്ക് തന്നില്ലയോ എന്ന് റബ്ബ് ചോദിക്കും. അവിടെയാണ് ഒരു സഹാബി പിറ്റേ ദിവസം മുതൽ മദീന പട്ടണത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ചു വരുന്നത് എന്തറിയോ, എൻ്റെ കയ്യിലൊരു സൂചിയുണ്ട്, എൻ്റെ കയ്യിലൊരു സൂചിയുണ്ട്. ഇന്ന് സൂചി ഒന്നുമല്ല, പക്ഷെ അന്ന് സൂചി മഹാസംഭവമാണ്. അയാൾ എന്ത് പറയും, നിങ്ങൾ ആരെങ്കിലും കുപ്പായത്തിൻ്റെ ബട്ടൺസ് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുപ്പായം കീറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചി അന്വേഷിച്ച് നടക്കേണ്ടതില്ല, നിങ്ങൾക്ക് തുന്നാനുള്ള സൂചി എൻ്റെ കയ്യിലുണ്ട്, ആർക്ക് വേണം സൂചി എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള സൂചി അങ്ങാടിയിലെ കുപ്പായം തുന്നാൻ, അവരുടെ സറാവിയിൽ കീറിയവർക്ക്, കുപ്പായം കീറിപ്പോയവർക്ക് തുന്നാൻ സൂചി കൊടുത്തിട്ട് ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ. സൂചി വായ്പ കൊടുത്തിട്ട് സ്വർഗത്ത് പോയി. മനസ്സിലായി നിങ്ങൾ? അപ്പം ഞാൻ പറഞ്ഞെന്തറിയോ, അള്ളാഹു നമുക്കൊന്നും തന്നില്ല, അല്ല എനിക്ക് അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് നമ്മൾ കരുതരുത്. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ തന്ന ഉറക്ക്, നമ്മുടെ ആഫിയത്ത്, നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളം, അത് മാത്രം ഓർത്താൽ മതി. അള്ളാഹു നമുക്ക് തന്ന നിയമത്ത് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ആകത്തുക, നമ്മൾ പരാതിപ്പെടുന്നതിനപ്പുറം, മറ്റൊരുത്തിൻ്റെ നിയമത്തുകൾ കണ്ടിട്ട് അതിൽ അസൂയ വെക്കുന്നതിനപ്പുറം നമ്മൾ ഉബൂദിയത്തിന് വേണ്ടി നമ്മളൊന്ന് മത്സരിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയാകാൻ പാതിരാ സമയത്ത് ഹബീബ് പറഞ്ഞതുപോലെ, അഫലാ കൂനു അബ്ദൻ ശുക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചതുപോലെ അങ്ങനെ നമ്മളാകണ്ടേ. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകളോട് അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കുകയേയില്ല. 3 വിഭാഗം ആളുകളോട് അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞറിയോ, വലാ യൻദുറു ഇലൈഹിം, അള്ളാഹ് അവരിലേക്ക് ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം പോലും നോക്കൂല. അള്ളാഹ് സംസാരിക്കില്ല മാത്രമല്ല, ചില ആളുകളിലേക്ക് അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം പോലും നോക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയും അള്ളാഹ് കൊടുക്കും. എന്താ കാര്യം അറിയോ? റസൂൽ പറഞ്ഞു, ഒന്ന് ശൈഖുൻ സാനി, 40 വയസ്സ് കഴിഞ്ഞിട്ടും കുതിര വിട്ട് നടക്കുന്ന മനുഷ്യൻ. 40 കഴിഞ്ഞാൽ ഒരു ഹദീസ് റസൂൽ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾക്ക് 40 വയസ്സ് കഴിയുകയും എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ 2 ദിവസം ഒരുപോലെ വന്നാൽ അവൻ നരകത്തിലേക്കുള്ള വഴി തുറന്നവനാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 കഴിഞ്ഞിട്ട് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാത്തവൻ, അള്ളാഹു മഹ്ശറിൽ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത, അള്ളാഹു വെറുപ്പുള്ള അല്ലെങ്കിൽ അള്ളാഹു സംസാരിക്കാത്ത വിഭാഗം ഒരുത്തനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഇതാ എൻ്റെ ശരീരത്തിലെ താടിരോമങ്ങൾക്ക് കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾ പലരുടെയും താടിരോമങ്ങൾക്കും തലയിലെ മുടികൾക്കും കളർ മാറിയിട്ടുണ്ട്. അത് വലിയൊരു മുന്നറിയിപ്പുകാരനാണ്. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക, വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ മുൻപിലുള്ള ഓർമ്മപ്പെടുത്തുന്നത്, 40 വയസ്സ് കഴിഞ്ഞ എൻ്റെ ഉപ്പമാർ, അല്ലെ 40 വയസ്സ് കഴിഞ്ഞവർ, ഒന്ന് നമ്മൾ തിരിഞ്ഞു നടക്കണം.
അവരിൽ വീണ്ടും അതിനോട് ചെറുപ്പക്കാർക്ക് ചെയ്യാന്നല്ല, ചെറുപ്പക്കാർ ഞാൻ ഇതുവരെ പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നലെ വരെയുള്ള ആ ഒരു വേണ്ടാത്തരങ്ങൾക്ക് നമ്മൾ മാറ്റം വരുത്തിയില്ല. പള്ളിയിലെ ജമാഅത്തിനും ഇപ്പോഴും നമ്മളില്ല. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സലാത്തിന് നമ്മളെ സാന്നിധ്യമില്ല. ഖുർആൻ ഓതാൻ നമ്മളില്ല. അങ്ങനെ സുഹൃതങ്ങൾ ചെയ്യാൻ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നബിദിനോ മജ്ലിസുന്നൂറോ ബദരീങ്ങളാണ്ടോ അല്ലെങ്കിൽ പള്ളിയുടെ പണിയോ രോഗികൾക്ക് വേണ്ടി എന്തോ ആവട്ടെ, അത്തരമൊന്നും നമ്മുടെ സാന്നിധ്യമില്ല. അത് അടയാളപ്പെടുത്താൻ അവസരം കിട്ടുമ്പോൾ നമ്മളത് ചെയ്തു വെക്കണം. ചെറുപ്പക്കാരതിന് മുന്നിലുണ്ടാവണം. ഇന്നുള്ള യൗവനം നാളെ ഉണ്ടാകുമെന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. സമയം ആരെയും കാത്തു നിൽക്കില്ല. അവസരം നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കണം. അതുകൊണ്ട് 40 കഴിഞ്ഞിട്ടും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, 40 കഴിഞ്ഞിട്ടും കല്യാണപ്പന്തലിൽ തുല്ലാൻ നിനക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ, 40 കഴിഞ്ഞിട്ടും അള്ളാഹു പൊരുത്തപ്പെടാത്തതിൻ്റെ പിന്നാലെ ഓടാൻ നിന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ, 40 കഴിഞ്ഞിട്ടും ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങാൻ അല്ലെങ്കിൽ ഉപ്പാൻ്റെ പൊരുത്തം വാങ്ങാൻ, മരുമക്കളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ, കുടുംബക്കാരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ, അയൽവാസികളോട് ശണ്ട കൂടാതിരിക്കാൻ 40 കഴിഞ്ഞിട്ടും നിന്റെ മനസ്സ് നിന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ നിന്റെ വഴിപോക്ക് അല്ലെങ്കിൽ നീ എവിടത്തേക്കോ നരകത്തിലേക്കുള്ളൊരു വഴി തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പുണ്യ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. 40 കഴിഞ്ഞാൽ ഒരു പക്വതയുണ്ടാകണം, ഒരു പാകത വരണം ജീവിതത്തിന്. അതുവരെ എന്തൊക്കെയോ യൗവനത്തിൻ്റെ നമ്മളിതുകൊണ്ട് പലതും സംഭവിച്ചവരുണ്ടാകാം. ഒന്ന് തിരിഞ്ഞു നടക്കാൻ കഴിയണം. വമലിക്കുൻ കദ്ദാബ്. രണ്ടാമതായി അല്ലാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമലിക്കുൻ കദ്ദാബ്. കള്ളത്തരങ്ങൾ പറഞ്ഞ് അവനവൻ്റെ ജീവിതം, അവനവൻ്റെ വാദം ജയിക്കാൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് മത്സരിക്കുന്നവർ. ഞാൻ ജയിക്കണം, എൻ്റെ ഭാഗം ജയിക്കണം, എൻ്റെ ഭാഗത്ത് ആളുണ്ടാകണം. ഇനി ഏത് നെറികേടായാലും വേണ്ടില്ല. കുടുംബ പ്രശ്നമായാലോ അതിരിൻ്റെ തർക്കമായാലോ കടം കൊടുത്ത പ്രശ്നം എന്തോ ആവട്ടെ, കള്ളത്തരം പറഞ്ഞിട്ട് രാജാവാകാൻ ശ്രമിച്ചാൽ ഇവിടെ ചിലപ്പോൾ എൻ്റെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം, ഇവിടെ നമ്മുടെ മറ്റ് സംവിധാനം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. പക്ഷെ റബ്ബിൻ്റെ കോടതിയിൽ വന്നാൽ ദുനിയാവിൽ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഹക്ക് ബാക്കിയാക്കിയിട്ടാണ് അവസാന ശ്വാസം വലിച്ചതെങ്കിൽ റബ്ബിൻ്റെ മുമ്പിലേക്ക് വന്നാൽ റബ്ബ് മുഖം തിരിച്ചളിയും. അവിടെ ആട്, ദുനിയാവിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ദുനിയാവിൽ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് കുത്തിയിട്ടുണ്ട്. ആ ആടിനെ തിരിച്ചു കുത്താൻ കൊമ്പില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ 2 ആടുകൾ ആ മഹ്ശറിലേക്ക് വന്നാൽ ദുനിയാവിൽ കൊമ്പില്ലാത്ത ആടിന് മഹ്ശറിൽ അള്ളാഹു കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുള്ള ആടിൽ നിന്ന് കൊമ്പിനെ ഊരി മാറ്റിയിട്ട് പകരം അതിനെ കുത്തിച്ചിട്ട് മാത്രമേ അള്ളാഹു മഹ്ശർ അവസാനിപ്പിക്കൂ എന്നാണ് അള്ളാഹിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് പറഞ്ഞു വന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അമലുകൾ പരലോകത്ത് വെച്ച് മറ്റൊരാൾക്ക് വീതം വെച്ച് കൊടുക്കാൻ ഇടവരുത്തരുത്. നമ്മളാരെയും ഈബത്ത് പറയരുത്, നമ്മളാരെയും നമീമത്ത് പറയരുത്. നമ്മൾ ഒരാളുടെ കല്യാണത്തിന് നമ്മൾ പാര വെക്കരുത്. ഒരാളെക്കുറിച്ച് നമ്മളില്ലാത്ത പറയണ്ട. ഒരമ്മായിമ്മയും മരുമക്കളോട് കണ്ണുചോരയില്ലാത്ത വർത്തമാനം പറയണ്ട. അയൽവാസികളോട് നമ്മൾ തെറ്റണ്ട. കുടുംബക്കാരോട് നമ്മൾ തെറ്റിയിക്കണ്ട. നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇഷ്ടം മാത്രം, നമ്മൾ ബാക്കിയുള്ളവരോട് സ്നേഹം മാത്രം. അങ്ങനെ ബാക്കിയുള്ളവർ നമ്മൾ ഇങ്ങോട്ട് ചെയ്താലും വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, നമ്മൾ അവരോട് സലാം പറഞ്ഞേക്കാം, മോനെ എനിക്ക് വേറെ പണിയുണ്ട് കേട്ടോ, നിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് നേരമില്ല എന്നവരോട് നല്ലത് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ നടന്ന് അങ്ങനെയാകാൻ, നല്ലവരാകാൻ. അവസാനിപ്പിക്കട്ടെ. വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. നിങ്ങൾ ദുനിയാവിൽ നിന്ന് പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ അള്ളാഹിൻ്റെ സ്വർഗം തേടി പിടിക്കാൻ, ഉബൂദിയത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കുന്നത് അബ്ദാണ്. ആ അടിമ ഞാനാകണം. അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ട ഒരു അടിമയാകണം, ആ അടിമയിൽ എന്നെ ചേർക്കണം എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ കയറാൻ. ദുനിയാവ് കളിയല്ല, ദുനിയാവ് ചെറിയ സമയമാണ്. ആ നശ്വരമായ സമയത്ത്, ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അള്ളാഹു നമുക്ക് നൽകിയ സമയം, അള്ളാഹു നമുക്ക് നൽകിയ സന്ദർഭം, അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങൾ, അത് പരമാവധി ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ. സ്വർഗത്തിലേക്ക് 120 സഫുകൾ പോകുമ്പോൾ 90 സഫ് നമ്മളാണെങ്കിലോ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ഏറ്റവും ആയുസ് കുറഞ്ഞവരാണ്. മംഗാല സമുദായമൊക്കെ 1000ഉം 2000 കൊല്ലമൊക്കെ ജീവിച്ചവരാണ്. ആ 1000-2000 കൊല്ലമൊക്കെ ജീവിച്ച ജനതയെ 60 വയസ്സ് ജീവിക്കുന്ന നമ്മൾ ആയുഷ്കാലം കൊണ്ട് ഒരിക്കലും നമുക്ക് അതിജയിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ അവരെ അതിജയിക്കുന്നത് നമുക്ക് കർമ്മം കൊണ്ട് മാത്രമാണ്. ആ കർമ്മം
ആ കർമ്മം നമുക്ക് ലഭ്യമാകുന്ന എങ്ങനെയാ? അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. നിസ്കാരം ഒറ്റക്കാകുമ്പോൾ, ഒന്നാകുമ്പോൾ, ജമാഅത്താകുമ്പോൾ 27ന്റെ കൂലിയായി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നമ്മൾ ആ കിടക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഓതിയാൽ ഖത്തമോദിയ കൂലി നമുക്ക് കിട്ടി. സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഒരാളുടെ കൈപിടിച്ച് സലാം പറഞ്ഞാൽ അവർ വേറെ പിരിയുമ്പോഴേക്ക് അവരുടെ കൈവിരൽക്കടയിലൂടെ അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്ന് പറയാം. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അതൊരു വലിയ ധർമ്മമാണ്. അത് നമ്മളങ്ങനെ കണ്ടുപിടിക്കുക. അങ്ങനെ കുടുംബബന്ധം ചേർത്ത് വെച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, ആദരവ് കൊടുക്കേണ്ടവർക്ക് ആദരവ് കൊടുത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ നമുക്ക് തന്ന സ്വർഗീയ ആരാമത്തിലേക്ക് പോകാനുള്ള ഇടവഴികളൊക്കെ എവിടെയുണ്ടോ അതൊക്കെ നമ്മുടെ റൂട്ട് നമ്മൾ ക്ലിയറാക്കി. ഒന്നുകൂടി പറയട്ടെ, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ വന്ന കാലം മുതൽ നമ്മുടെ വിട പറയുന്നവരെ ഒരൊറ്റ വക്ത് നിസ്കാരവും ഇന്നു മുതൽ നമ്മൾ ഖളാ ആക്കരുത്. ഒരൊറ്റ വക്തും ചെറുപ്പക്കാരെ നമ്മൾ ഖളാ ആക്കരുത്. വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും നമ്മൾ ഓതണം. സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി ജീവിതത്തിൽ ഉണ്ടാകണം. പുഞ്ചിരിക്കാൻ മറക്കരുത്. ഒരാളെ നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ശല്യപ്പെടുത്തരുത്. ഈബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, കളവ് പറഞ്ഞ്, ഫിത്നയും ഫസാദുണ്ടാക്കി നമ്മുടെ നാവ് കൊണ്ട് ഒരാൾക്കും നമ്മൾ ഭൂമിയിൽ ഭാരമാകരുത്. നമ്മൾ ഉണ്ടാക്കി വെച്ച സുഹൃതങ്ങൾ നാളെ മഹ്ശറിൽ ബാക്കിയുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നൊരവസ്ഥ നമ്മൾ ആരും ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെ ജീവിതത്തിൽ പരമാവധി നന്മകൾ ചെയ്ത്, സുഹൃതങ്ങൾ ചെയ്ത്, ഖാലിക്കായ പടച്ച തമ്പുരാനോടുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് രാത്രി സമയത്ത് നമ്മൾ വിരിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ അന്ന് നമ്മൾ ഓർക്കണം. മഹാനായ അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ പറഞ്ഞതുപോലെ, ഹുദൈഫത്തുൽ യമാനി തങ്ങൾ ചോദിച്ചു, നബിയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നാകാൻ നിങ്ങൾ എനിക്കൊരു പോംവഴി പറഞ്ഞു തരണം. ഞാൻ ആ റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം നിങ്ങൾക്കും ഞാൻ സമർപ്പിക്കുകയാണ്. നബിയെ, എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരണം എന്ന് അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ, അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങളോട് റസൂലുള്ളാഹി, മോനെ അബൂ ഹുദൈഫ, ദുനിയാവിൽ നന്നാകാൻ അധികം അതൊന്നും പറയണ്ട. ദുനിയാവിൽ നന്നാകാൻ അധികമൊന്നും വേണ്ട. ദുനിയാവിൽ നന്നാകാൻ എന്താ വേണ്ട അറിയോ? ഇത് നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മനസ്സിലെല്ലാവരും വെച്ചോളൂ ഈ ഒരു ആശയം. മോനെ അബൂ ഹുദൈഫ, ഇന്ന് നീ ചെയ്യുന്ന ഈ അമല് ദുനിയാവിൽ നിന്റെ അവസാനത്തെ അമലാണ് എന്ന് ഓർത്തിട്ടേ ചെയ്യാവൂ. കള്ളു കുടിക്കാൻ പോവാണ്, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ പിന്നിലേറിയിട്ട് നമ്മൾ ആൻസോ പൻപരാഗോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെയോ, കാരണം യൗവനത്തെ നശിപ്പിക്കാൻ ഇന്ന് കഴുകക്കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്ന കാലാണ്. എൻ്റെ ചെറുപ്പക്കാർ ഓർക്കണം, അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമ്മുടെ യൗവനം കൊണ്ട് വിശുദ്ധ ദീനിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് കൊടുക്കണം. ഏതെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ ആ മൂമെൻറ്റിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, മോനെ ഇത് ദുനിയാവിലെ അവസാനത്തെ നിമിഷമാണ്, ദുനിയാവിലെ അവസാനത്തെ ടൈമാണ്. ആ ഒരു ഹറാമിയത്തിൻ്റെ വേളയിലാണ് നീ അവിടെ കിടന്ന് മരിക്കുന്നതെങ്കിൽ നീ ഹറാമിലായി മരിച്ചും അടുത്ത സെക്കൻഡിൽ ഉണ്ടാവും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. ഒരു സുഹൃതം ചെയ്യാണ് എങ്കിൽ നമ്മൾ ഓർക്കണം, ഇതെൻ്റെ ദുനിയാവിലെ എൻ്റെ അവസാനത്തെ നന്മയാണ്. സുബഹി നിസ്കരിക്കുമ്പോൾ മനസ്സിൽ കരുതേണ്ടത് ഇതെൻ്റെ ദുനിയാവിലെ അവസാനത്തെ നിസ്കാരമാണ്. അടുത്ത ദൂറിനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ സുബഹിനെ വളരെ ആത്മാർത്ഥതയോടെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുക. ഉറങ്ങാൻ വേണ്ടി പോവാൻ, അങ്ങനെ ഉറങ്ങാൻ വേണ്ടി നമ്മൾ പോയാൽ ഇതെൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഉറക്കാണ്. നാളെ ഒരുപക്ഷെ ഞാൻ കബറിലായിരിക്കാം. പരൻ വിധി ചുമ്മായിട്ട് ചൊങ്കൾ നടക്കുന്ന സുജാത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ. ഇഷ്ടജനത്തെ വിട്ടുപിരിഞ്ഞു കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ താണി എന്നിലാരെന്ന്, ഉലകത്തിൽ താണി എന്നിലാരെന്ന്. നമ്മൾ ഓർക്കണം, നാളത്തെ നമ്മുടെ കിടത്തം കബറിലാകാം. അപ്പോൾ കിടക്കാൻ വേണ്ടി പോയാൽ ഒരു ഹറാമിൻ്റെ ഒരു അന്യ പെണ്ണിന് ചാറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങരുത്. ഒരു ഹറാമിൻ്റെ കോൾ ചെയ്തിട്ട് കിടന്നുറങ്ങരുത്. ഒരു ഹറാമിൻ്റെ വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങരുത്. ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ആ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങരുത്.
ആരെങ്കിലും നമ്മൾ ഈബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പൊരുത്തപ്പെടിക്കാതെ നമ്മൾ കിടന്നുറങ്ങരുത്. പ്രിയപ്പെട്ട ഉപ്പാനോട്, ഉമ്മാനോട്, പെങ്ങളോട്, ആങ്ങളയോട്, കുടുംബക്കാരോട് നമ്മൾ ജീവിതത്തിൽ വേണ്ടാത്ത വൃത്തി ചെയ്ത് നമ്മൾ അവരോട് തെറ്റി കുടുംബ ബന്ധങ്ങൾ മുറിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ആ ബന്ധത്തോടു കൂടെ നമ്മൾ കിടന്നുറങ്ങരുത്. ഒരുപക്ഷെ നാളെ നേരം വെളുക്കുമ്പോൾ മോഹങ്ങൾ ഒരുപാടുണ്ട്, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുമ്പോൾ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെ നേരം വെളുക്കും ഉണ്ടാകുമോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ ഓരോ രാത്രിയും അവസാനത്തതാണെന്ന് ഓർമ്മ വേണം. ഓരോ ഉറക്കും അവസാനത്തെ ഉറക്കാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ഹറാമിലേക്ക് പോകരുത്, വേണ്ടാത്തരങ്ങളിലേക്ക് പോകരുത്. രാത്രിയല്ലേ, ആരും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഖാലിക്കായ റബ്ബും ഞാനും നമ്മളിലുള്ള സംവേദനമാണ്, നമ്മളുള്ള അഭിമുഖമാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബിനെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യത്തിലും ബോധത്തിലും നിന്നുകൊണ്ട് ഓരോ അമലുകളും ഓരോ നിമിഷങ്ങളും ഇതെൻ്റെ ജീവിതത്തിലെ മോനെ അബൂ ഹുദൈഫ, ഇത് ദുനിയാവിലെ അവസാന അമലാണ്, നിന്റെ അവസാന മൂമെൻ്റാണ്, ഇനി അങ്ങോട്ട് ഇല്ല എന്ന അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ആ ഉപദേശം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ഓരോ നിമിഷവും ഓരോ സമയവും അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാനുള്ള സുഹൃതങ്ങളൊക്കെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ചേർത്തിയെടുക്കുകയും വേണ്ടാത്തരങ്ങൾ എന്ത് കണ്ടാലും അതിനോട് നമ്മൾ രാജിയാവുകയും ആ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് തടസ്സമുണ്ടാക്കാൻ ആരൊക്കെ വന്നാലും വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അൽ അർളി ഹൗന, അതിലൂടെ സൗമ്യരായി നമ്മൾ നടന്ന് സ്വർഗത്തിലേക്ക് എത്തുകയും വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ, അതിന് വിപരീതമായി ഏതൊക്കെ കൂട്ടുകെട്ടുകളും ഏതൊക്കെ ഫ്രണ്ട്സുകളും എന്തൊക്കെ നമ്മുടെ പിന്നിലുണ്ടെങ്കിലും അവരോടൊക്കെ സലാം പറഞ്ഞ് അവനവൻ്റെ ജീവിതത്തിൻ്റെ സുഹൃത വഴികളെ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് നമ്മളൊക്കെ തീരുമാനിച്ചെടുത്ത് ഇബാദുർ റഹ്മാൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ നമ്മളൊക്കെ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാകണം നമ്മുടെ പ്രയത്നങ്ങൾ, അതിനു വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയാകണം നമ്മുടെ പ്രതിജ്ഞകൾ, അതിനാകണം നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ്.